ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന നമ്മയ്ക്കൊരു കേന്ദ്രീകൃതം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അമ്മൂസ് അശോക് കുമാർ, സമയത്തോടുകൂടി ഞാൻ ആരെയും പ്രത്യേകിച്ച് പറയുന്നില്ല, നിരവധി മേഖലയിൽ വ്യക്തിത്വം തെളിയിച്ചുകൊണ്ട് അവരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ വളരെ അഭിമാനം തോന്നുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ ആവാസ് ഇന്ന് നമുക്ക് അവിശ്വസനീയ മേഖലയിൽ നല്ല ഉയരങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിത്വങ്ങളടക്കമുണ്ട്. എല്ലാവരുടെയും വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുക വളരെ നല്ല കാര്യമായിരുന്നു. നിർഭാഗ്യവശാൽ കുറേയേറെ പരിപാടികളുണ്ട്, അമ്മമാരോടെ ഇരിക്കുന്നത് പോലെ തീരുമാനിച്ച പരിപാടികളായതുകൊണ്ട് ഒഴിവാക്കാനാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കരണീയമായിട്ട് മഹത്തായിട്ട് അതുപോലെ തന്നെ എനിക്കറിയാം ഈ ട്രസ്റ്റ് നമ്മുടെ ശ്രീമതി ബീനയുടെ നേതൃത്വത്തിൽ ഒത്തിരി നമ്മുടെ കുടുംബിനിമാർക്ക് അവരുടെ വീടുകൾക്ക് രക്ഷയായി അവർക്ക് അവരുടെ പ്രവർത്തന മേഖല തെളിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഉയർന്നു പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വർഷവും ഇതുപോലെ വ്യത്യസ്തമായ പരിപാടികൾ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട്. അത് കൂടുതൽ കരുത്തോടുകൂടി മുന്നേറാൻ ശ്രീ അശോകൻ്റെ ടീമായിട്ടുള്ള ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓരോരുത്തർക്കും ഈ അവസരത്തിൽ ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് ഓരോരുത്തരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ നിങ്ങളുടെ ഗുണഫലങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. എല്ലാവരും ഇന്ന് നമ്മുടെ വർക്കിലെത്തിയവരെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഇവിടെ പങ്കെടുത്തവർ നമ്മുടെ ഇന്ന് മഴയൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ അത്തം കഴിഞ്ഞു തിരുവോണത്തിലേക്ക് വരെയാണ്. ഈ വർഷത്തെ ഓണം വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുവാൻ എല്ലാവിധ ഓണ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമസ്കാരം. ചാരിറ്റബിൾ ട്രസ്റ്റ് അഥവാ AACT ക്ഷണം സ്വീകരിച്ച് ഈ വേദി ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളും അമ്മമാരെ, സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ കൂട്ടുകയും പ്രവർത്തന റിപ്പോർട്ട്. ധന്യാത്മാക്കളെ, അമ്മൂസ് അശോകം ചാരിറ്റബിൾ ട്രസ്റ്റ് അഥവാ AACTയുടെ കഴിഞ്ഞകാല പ്രവർത്തന റിപ്പോർട്ടാണ് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററുമായ ബീനാരഞ്ജൻ എന്ന ഞാൻ അവതരിപ്പിക്കുന്നത്. 11 വർഷങ്ങൾക്ക് മുൻപാണ് AACT എന്ന ട്രസ്റ്റ് വർക്കല കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങുന്നത്. ഫോട്ടോഗ്രാഫി എന്ന കലയെ ജീവിതോപാധിയാക്കി ജീവിതവും ബിസിനസ് ലോകവും കെട്ടിപ്പടുത്ത ഒരു ചെറുപ്പക്കാരന് മധ്യവയസ്കനായപ്പോൾ തോന്നിയ അല്ലെങ്കിൽ കണ്ട ഒരു സ്വപ്നമാണ് ഇന്ന് നമ്മെ ഇത്തരത്തിൽ ഒരുമിച്ച് ചേരാൻ കളമൊരുക്കിയത്. പരേതരായ സദാനന്ദൻ അംബുജാക്ഷി ദമ്പതിമാരുടെ മകനായ വർക്കല തോക്കാട് രേഷ്മത്തിൽ S. അശോക് കുമാർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാം എന്ന തീരുമാനത്തിൽ നിന്നാണ് അമ്മൂസ് അശോകം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊള്ളുന്നത്. അതിനായി ട്രസ്റ്റിലെ 200ഓളം അംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം കൈമെയ് മറന്നു സഹകരിക്കുന്നുണ്ട്. അശോക് കുമാറിൻ്റെ സ്വകാര്യ ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിന്റെ ഏതാനും വിഹിതം ചാരിറ്റിക്കായി ഉപയോഗപ്പെടുത്തുന്നത് കൂടാതെ നിരവധി ചാരിറ്റബിൾ പ്രവർത്തന സംരംഭങ്ങളും ട്രസ്റ്റ് നടത്തി വരുന്നുണ്ട്. പ്രധാനമായും
തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുക എന്നത് അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിൽ നൽകുന്നത് ട്രസ്റ്റിന് കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ തൊഴിൽ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ തൊഴിൽ തരാൻ ട്രസ്റ്റ് തയ്യാറാണ് എന്നത് AICTയുടെ മുദ്രാവാക്യമാണ്. മകളുടെ വിവാഹം ആഹ്ലാദരഹിതമാക്കി അമ്മമാർക്ക് സ്നേഹസമ്മാനം നൽകിയ ട്രസ്റ്റ് ചെയർമാൻ തുടർന്നുള്ള വർഷങ്ങളിൽ ട്രസ്റ്റിന്റെ ഓരോ വാർഷികവും സ്നേഹസമ്മാനങ്ങൾ നൽകുന്ന വേദികളാക്കി മാറ്റിയിരിക്കുകയാണ്. കൊറോണ ഇടയ്ക്കൊരു തടസ്സമായതും ഓർമ്മപ്പെടുത്തുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ട്രസ്റ്റ് ചെയർമാനായ ശ്രീ അശോക് കുമാറിന് ഗ്ലോബൽ പീസ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിച്ചത് ഇവിടെ പ്രസ്താവ്യമാണ്. നിർദ്ധരായ രോഗികൾക്ക് ചികിത്സാ സഹായം, പ്രായാധിക്യം ചെന്ന അമ്മമാർക്ക് മാസം തോറും പെൻഷൻ നൽകൽ, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുക, നിർദ്ധരായവർക്ക് വസ്ത്രം, ഭക്ഷണം എന്നിവ നൽകുക, മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾ, കോളനികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളും യുവാക്കളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സൗജന്യമായ നിയമസഹായം ലഭ്യമാക്കൽ തുടങ്ങിയവയൊക്കെ ട്രസ്റ്റിന്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളാണ്. പുതിയ ടെക്നോളജികൾ അവതരിപ്പിക്കുക, അവ സ്വായത്തമാക്കുക, ഏതു മേഖലയിലും പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുക, എന്തിലും പുതുമ കണ്ടെത്തുക, നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓരോ തൊഴിലും ആകർഷണീയമാക്കുക തുടങ്ങിയ ആശയങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് യുവാക്കളുടെയും മറ്റുള്ളവരുടെയും തൊഴിൽ കണ്ടെത്തുവാനും തൊഴിലിൽ പ്രാവീണ്യമുള്ളവരാക്കുവാനും ട്രസ്റ്റ് ശ്രമിക്കുന്നുണ്ട്. തൊഴിൽ, ചികിത്സ, വിദ്യാഭ്യാസം എന്നീ മേഖലകൾ കൂടാതെ പല മേഖലകളിലും ട്രസ്റ്റിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കും ട്രസ്റ്റ് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ 120 അമ്മമാർക്ക് പുതുജീവൻ നൽകുവാൻ ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഇവരുടെ കേസുകൾ, മറ്റു വഴക്കുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളിലെ എല്ലാം ട്രസ്റ്റ് ഇടപെടുന്നുണ്ട്. കുടുംബശ്രീ പോലുള്ള മറ്റു സംവിധാനത്തിലൂടെ ബാങ്ക് ലോൺ ലഭ്യമാക്കുന്ന പ്രക്രിയയും നടക്കുന്നുണ്ട്. വീട്ടുജോലി ചെയ്യുന്നവർ, പാലിയേറ്റീവ് രോഗികളെ നോക്കുന്നവർ, ആശുപത്രി കിടക്കയിലുള്ള രോഗികൾക്ക് കൂട്ടിരിപ്പുകാർ, അവരെ പരിചരിക്കുന്നവർ, കൂടാതെ പാരമ്പര്യമായി പ്രസവ ശുശ്രൂഷ നടത്തിവരുന്ന അമ്മമാർ എന്നിവരൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. ട്രസ്റ്റിന്റെ ഒരു ഓഫീസ് സംവിധാനത്തിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. 300-ലധികം വ്യക്തികളും കുടുംബങ്ങളും ചാരിറ്റി സംരംഭങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. തൊഴിലില്ലായ്മയാൽ ആരും ബുദ്ധിമുട്ടരുത് എന്ന ലക്ഷ്യമാണ് ട്രസ്റ്റിനുള്ളത്. ടൂറിസം മേഖലയിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള കരട് പദ്ധതികൾ ട്രസ്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് അനുമതി നൽകിയിട്ടുണ്ട്. ഇത് ഉടനെ പ്രാവർത്തികമാകും. ഇടവ ഗ്രാമപഞ്ചായത്തിലും ഒരു ടൂറിസം പദ്ധതിക്ക് ട്രസ്റ്റ് പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് അതും പ്രാവർത്തികമാകും. തികച്ചും സൗജന്യമായാണ് ട്രസ്റ്റ് ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത്. തിരുവോണപ്പുലരി 2025 എന്ന പരിപാടി നന്മയ്ക്കൊരു കൈനീട്ടവുമായി കാഴ്ചവെക്കുകയാണ്. പ്രമുഖരും പ്രതിഭകളുമായ വ്യക്തികൾ സംബന്ധിക്കുന്ന ഈ പരിപാടിയിൽ 201 അമ്മമാർക്ക് നന്മയ്ക്കൊരു കൈനീട്ടം നൽകും. അതോടൊപ്പം നിർദ്ധരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുകയും വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. വിവിധ മേഖലകളിൽ പ്രമുഖ സേവനങ്ങൾ കാഴ്ചവെച്ചവരെ ആദരിക്കുന്നതോടൊപ്പം പ്രമുഖ വ്യക്തികളെയും ആദരിക്കുന്നു. ഈ പ്രസ്തുത പരിപാടി ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തികളെയും എൻ്റെയും ട്രസ്റ്റിൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട വ്യക്തികൾക്ക്, സഭയിലുള്ള എൻ്റെ സഹോദരങ്ങൾക്കും അമ്മമാർക്കും എൻ്റെ നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വിദേശത്തായിരുന്നു കേട്ടോ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എത്തി. കാരണം നിങ്ങളെല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു ദിവസം. ഇല്ലെങ്കിൽ ഓരോരുത്തരെയൊക്കെ കാണുന്നതിൻ്റെ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ച് നമ്മളൊരു കുടുംബമായി കാണാൻ പറ്റുന്ന ഒരു ദിവസം. അതിനുവേണ്ടി ഇന്നത്തെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക്. ഇതിൽ പങ്കെടുത്ത ഈ വിശിഷ്ട വ്യക്തികളെല്ലാം അവരെല്ലാം ഓരോ രീതിയിലും എന്നെ ഇതിലേക്ക് സ്വാധീനിച്ച വ്യക്തികളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനം എന്നതിനേക്കാൾ ഉപരി നമ്മൾ തൊഴിൽ കണ്ടെത്തി ആ തൊഴിൽ കൊടുത്ത്
അതുകൊണ്ട് അവരുടെ ജീവിതമാർഗം സമ്പന്നമാക്കുക. അതാണ് ഈ ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇന്നിപ്പം നമ്മുടെ സമൂഹത്തിൽ അച്ഛനോ അമ്മയ്ക്കോ സുഖമില്ലെങ്കിൽ പോലും കൂടെ ആശുപത്രിയിൽ ഇരിക്കാൻ ആരും മക്കളൊന്നും സന്നദ്ധരല്ല. അതിന് ഞങ്ങളെയാണ് സമീപിക്കാറ്. അപ്പം ഈ അമ്മമാരെല്ലാം അവർക്ക് കഴിയുന്ന ജോലികൾ ചെയ്ത് അതിനുള്ള സഹായം കൊടുത്തുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെട്ട് അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ അമ്മൂസ് അശോകൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞാനതിൻ്റെ ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോടൊപ്പം ഇത് നയിക്കുന്ന ഈ ഒരു കുടുംബമായിട്ട് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ബീനാരംഗൻ, സൂര്യാഷിപ്പു, അവരെല്ലാമാണ് ഇതിനെ ശരിക്കും ഓർഗനൈസ് ചെയ്യുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വീട്ടിലെ ഉണ്ടാകുന്ന കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ, ഇതിലെല്ലാം നേതൃത്വം നൽകുകയും ശരിക്കും അഭിനന്ദിക്കേണ്ടത് അവരുടെ കൂടെയാണ്. അവരുടെ മുന്നിട്ടുള്ള പ്രവർത്തനമാണ് ഇതിനെ ഈ രീതിയിൽ ഇത്രയും വലുതാക്കി. 11 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തുകയും അതിനോടൊപ്പം എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇനി ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരു പെൻഷൻ സ്കീം ഏർപ്പെടുത്തുക എന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. എൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സ്ഥിരമായ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനും കൂടി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ചികിത്സാ സഹായം, ഇതുപോലെ പുതിയ പുതിയ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന കുടുംബപരമായ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളൊരു പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു കുടുംബമായി തന്നെ പ്രവർത്തിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാവർക്കും നമ്മുടെ ഉള്ളിലെല്ലാം എല്ലാവർക്കും ഒരു സാമ്പത്തികമല്ലാത്ത ഒരു സംവിധാനം എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഇതാരും വിനിയോഗിക്കാറില്ല. എന്താണെന്ന് ചോദിച്ചാൽ അതിനിപ്പം എനിക്ക് ഉദാഹരണമായിട്ട് പറയാം. ആ സംഭവം കണ്ട് ഒരു കൂടുണ്ടാക്കിയ വ്യക്തി തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരിലും സ്നേഹമുണ്ട്. പരസ്പരം ഈ സ്നേഹമാണ് ഷെയർ ചെയ്യാറില്ല. അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ടത്. എല്ലാവരും അത് ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നു. എന്തായാലും ഈ നല്ലൊരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഒത്തുചേർന്ന് ഈ ദിവസം തന്നെ മാത്രമേ എൻ്റെ എല്ലാവരും നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയിൽ ഭദ്രദീപ പ്രകാശനം ചെയ്തത് ഗുരു യോഗി ശിവനവറുകളാണ്. അദ്ദേഹം യോഗ ഗുരുവാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ അദ്ദേഹം ഭാരതം എന്നൊരു വീക്ഷണം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഭാരതം അതുപോലെ തന്നെ ബോധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അതൊക്കെ നമ്മളത് കേട്ടാൽ നമുക്ക് ചില അത്ഭുതം തോന്നുന്ന രീതിയിലൊക്കെയാണ് അത് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തന്നെ തോന്നും. ആ രീതിയിലുള്ള വീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള വളർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. കൂടുതലായിട്ട് എനിക്ക് വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ നമുക്ക് അദ്ദേഹം തന്നെ നമ്മോട് വിശദീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ,
അമ്മമാർ, സഹോദരിമാർ, കൂട്ടുകാർ, ഒരു വലിയ സുഖമുള്ള അനുഭവം. ഒരു യോഗി എന്ന നിലയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, പറയാൻ ആഗ്രഹമുണ്ട്. ശ്രീ അശോകൻ ഞാൻ കാണുന്നത് ഈ അടുത്താണ്. നമ്മുടെ ഇങ്ങനെ ഒരു യോഗ അതിൻ്റെ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ അത് കണ്ടുമുട്ടുകയും വളരെ പെട്ടെന്ന് തന്നെ അത് വേറെ ചില തലങ്ങളിലേക്ക് ആ സൗഹൃദ കൂട്ടായ്മ വളരുകയും ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. ഈ ഭാരതം എന്ന വാക്ക്, നമ്മളെല്ലാവരും ഭാരതീയരാണ്. എന്തുകൊണ്ടാണ് നമ്മളെ ഭാരതീയർ എന്ന് വിളിക്കുന്നതെന്നറിയുമോ? നമ്മുടെ ശക്തി നമ്മുടെ അറിവാണ്. ഇപ്പോൾ നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സമീപിക്കുന്ന ചിലർ പറയും എനിക്ക് ശിവനെ ഇഷ്ടമാണ്, അപ്പോൾ ഒരു ശിവാഷ്ടകം എഴുതുന്നു. അപ്പോൾ ചിലർ പറയും ഈ സുബ്രഹ്മണ്യമാണ്, അപ്പോൾ സുബ്രഹ്മണ്യ സ്തവം എഴുതിയിട്ടുണ്ട്. ആദ്യം കാളിയാണ് വേണ്ടത്, എന്നാൽ കാളി അഷ്ടകം എഴുതി. പക്ഷേ ഇതൊന്നും ഉപാധികളൊന്നും എനിക്ക് വേണ്ട, ശുദ്ധമായ അറിവ് തന്നെ വേണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹത്തെ സമീപിച്ചവർക്ക് എഴുതി കൊടുത്ത പുസ്തകമാണ് ആത്മോപദേശ ശതകം. ആത്മാവിനെ കുറിച്ച് ഉപദേശിക്കുന്ന 100 ശ്ലോകങ്ങൾ. അതിൽ തുടർന്നത് തന്നെ അറിവിലും ഏറി അറിഞ്ഞിരുന്നവൻ എന്നാണ്. അറിവ് ശക്തിയാണ്. നമ്മുടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടില്ല, നോളജ് ഈസ് ഭാവം. അപ്പോൾ നമ്മൾ ഭാരതീയരെന്ന് വിളിക്കാനുള്ള കാരണം ഭാവം, രാഗം, താളം, ഈ 3 വാക്കുകളുടെയും ആദ്യ അക്ഷരങ്ങൾ ചേരുന്നതാണ് ഭ-ര-കം. ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെഡ് ബോഡി ഇപ്പോൾ കണ്ടാൽ ഒരു ശവശരീരം, അതിനെന്ത് ഭാവമുണ്ട്? ഒരു ഭാവവും. എന്നാൽ അത് മരിച്ച ആളാണോ എന്ന് നമ്മൾ അടുത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു അനക്കം. അപ്പോൾ അതിന് ജീവനുണ്ട്, അവിടെ ഒരു ഭാവം സ്ഫുരിക്കും. എന്നിട്ട് നമ്മൾ ഹൃദയത്തിൽ കൈവച്ച് നോക്കും, അവർ ചെറിയ വിടുപ്പുണ്ട്. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ശ്വാസകോശത്തിനും ഹൃദയത്തിനും താളാത്മകമായ ഒരു വെടിപ്പുണ്ട്. ആ ഭാവവും ആ താളവും കൂടെ ചേരുമ്പോൾ അവന് ജീവിക്കണം എന്ന ത്വര, ആഗ്രഹം, രാഗം ചെയ്യും. ഇങ്ങനെ ഭാവം, രാഗം, താളം ചേരുമ്പോൾ നാം ഓരോരുത്തരും ഭരതന്മാരാണ്. ആ അറിവോടുകൂടി, ആ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഭരതന്മാർ ജീവിച്ച നാടാണ് ഭാരതം. അപ്പോൾ നമ്മുടെ ഇത്തരം അറിവുകളിൽ നമുക്ക് ആനന്ദം കണ്ടെത്താനും അത് നിത്യജീവിതത്തിൽ നമുക്ക് പകർത്താനും കഴിഞ്ഞാൽ ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ വരും തലമുറയിലേക്ക് ആ സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും ശക്തിയുടെ ആ സന്ദേശം നമുക്ക് പകർന്നു കൊടുക്കാൻ. ഈ അമ്മമാർ, ഈ അമ്മ എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഒരു വലിയ വികാരം. ഞാൻ ഏകദേശം ഒരു 10-22 രാജ്യങ്ങളിൽ ഇടതരമില്ലാതെ സഞ്ചരിക്കുന്നു. പലതരം സംസ്കാരവും പലതും കാണുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ പഴയ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മ അവിടേക്ക് നിൽക്കുന്ന പോലെ ഇരിക്കും. അത് വല്ലാത്ത അനുഭവമാണ്. ഇപ്പോഴും അത് അവർ രോമാഞ്ചം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ അമ്മമാർ ആദ്യം ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ അല്പസമയം എന്നിലേക്ക് തന്നെ നോക്കാൻ ശ്രമിക്കണം. നമുക്ക് 3 ദൈവങ്ങളുണ്ട് പ്രധാനമായും, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഇവർ 3 പേര് തപസ് ചെയ്യുന്നു അല്ലേ? ഇവരാരെയും തപസ് ചെയ്യുന്നത്? ശക്തിയെ, സ്ത്രീ, അതാണ് ശക്തി. ശിവൻ എന്ന വാക്കിൽ ആ ശിവം എന്നതിൽ നിന്ന് ഇകാരം എന്നെടുത്ത് മാറ്റിയാൽ, ആ വള്ളി എന്ന് മാറ്റിയാൽ, വള്ളി ദേവി മാറ്റിയാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശവം. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളുടെയും മൂലശക്തി അമ്മമാരാണ്, ശക്തിയാണ്, സ്ത്രീയാണ്. മന്ത്രം നമ്മൾ ജപിക്കാറില്ല, ഓം നമഃ ശിവായ. പക്ഷെ അതിന് ശക്തി വരണമെങ്കിൽ ശക്തി പഞ്ചാക്ഷരി, ഓം ഹ്രീം നമഃ ശിവായ. ഏതൊരു അക്ഷരത്തിൻ്റെ കൂടെയും ഒരു വാക്കിൻ്റെ കൂടെയും ഇകാരം വള്ളി ദേവിയെ ചേർത്താൽ സ്ത്രീയായി മാറും. പുരുഷൻ, സ്ത്രീ, ദേവൻ, ദേവി. ആ ഇകാരത്തിന് അത്ര ശക്തിയുണ്ട്. അപ്പോൾ നാം ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം. ആ അറിവിൻ്റെ ബലത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അങ്ങനെയാണെങ്കിൽ
ഒരു നല്ല അമ്മ വളർത്തിയ ഒരു കുഞ്ഞും വഴിവിട്ടു പോവില്ല. ആ അറിവിൻ്റെ ആ ബലത്തിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം. ഇതുപോലുള്ള അശോകൻ സാർ ചെയ്യുന്ന പോലുള്ള സംരംഭങ്ങളെ നമ്മൾ വരും തലമുറ അത് ഹൃദയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ നാടിൻ്റെയും ലോകത്തിൻ്റെയും ഭാരതം എല്ലാവരോടും പറഞ്ഞത് വസുധൈവ കുടുംബകം എന്നാണ്. അതായത് ലോകം എൻ്റെ തറവാടാണ് എന്ന സംസ്കാരം എന്ന ആ ആപ്തവാക്യം അനുദിനം പ്രഘോഷിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളാണ് നാം ഓരോരുത്തരും. ഈ ആർജവം എല്ലാവരിലും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ പ്രവർത്തനങ്ങൾക്ക് ദിനംതോറും നല്ല നല്ല മേഖലകളിലേക്ക് വളരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിൻസെന്റ് ബേബി കെ സന്ധ്യ ഊന്നിക്കോട്. നമസ്കാരം. എന്തോ പറ്റി ആരൊന്നും മിണ്ടുന്നില്ല. നമസ്കാരം. അശോകം എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് അറിയാമോ? എന്തുവല്ല അർത്ഥം? ശോകം ഇല്ലാത്തത്. ശോകമില്ലാത്ത ആരും ഉണ്ടോ? ദുഃഖമില്ലാത്ത ആരും ഉണ്ടോ? ഇത് എല്ലാവർക്കും ദുഃഖമുണ്ട്. എനിക്ക് ദുഃഖമുണ്ട്, അശോകന് ദുഃഖമുണ്ട്, എല്ലാ ജഡ്ജിക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തിന് രണ്ടുപേരെ തൂക്കിക്കൊല്ലാനൊക്കെ അദ്ദേഹം ശശിലേഖ നായർ സൗന്ദര്യ റാണിയാണ്, അവർക്ക് ദുഃഖമുണ്ട്. നമ്മുടെ യോഗി ശിവൻ യോഗി അദ്ദേഹത്തിന് ദുഃഖമുണ്ട്. ബാബ സുരേഷ് അദ്ദേഹത്തിന് ദുഃഖമുണ്ട്. നിഷ സ്നേഹക്കൂടിന് ദുഃഖമുണ്ട് അല്ലേ? ബീന രഞ്ജൻ, സൂര്യ, ഷിബു എല്ലാവർക്കും ദുഃഖമുണ്ട്. ദുഃഖമില്ലാത്ത ആരും ഉണ്ടോ? പക്ഷേ ദുഃഖമുണ്ടെങ്കിലും നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോ ഈ നിമിഷത്തിൽ ജീവിക്കണം. അല്ല ഇന്നലെ മരുമോള് ചീത്ത വിളിച്ച കഥയോ അല്ലെങ്കിൽ മരുമോൻ പിണങ്ങിപ്പോയ കഥയോ ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ ഇവിടെ ഇരിക്കാൻ സന്തോഷത്തോടെ നിൽക്കാമോ? ഇത്രയും കുറച്ച് നേരമെങ്കിലും സന്തോഷത്തോടെ. അപ്പോ എല്ലാവരും ഒന്ന് കൈയടിച്ച്. നമ്മുടെ പ്രിയപ്പെട്ട ബാബ സുരേഷ്, അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങളൊക്കെ ശിവയോഗിയും എന്നെയൊക്കെ കണ്ട സന്യാസിമാരായിട്ട് തോന്നുമെങ്കിൽ ശരിക്കും ആത്മീയത ഏറ്റവും കൂടുതലുള്ള ആളായിട്ട് ഞാൻ കാണുന്നത് ഈ ബാബ സുരേഷിനെ. എന്തുകൊണ്ടാണെന്നറിയും? നമ്മളെല്ലാം പറയും, ഓ ഇപ്പൊ നമ്മൾ പറയും അശോകേട്ടൻ ഈശ്വരനെ പോലെയാണ്, അന്നവസ്ത്രാദികൾ തന്ന് നമ്മളെ സംരക്ഷിക്കുന്ന മനുഷ്യനാണ് ഈശ്വരൻ. ശരിയാണോ? ശരിക്കും കാണപ്പെട്ട ഈശ്വരനാണ്. നല്ല കഴിവെടുത്ത്. അപ്പോ എന്നാൽ നമ്മളെല്ലാവരും പറയും ഈശ്വരന്റെ സന്നിധിയിലേക്ക് പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും. ഈ സന്യാസിമാരും താടി വളർത്തിയവരും മുടി വളർത്തിയവരും ഒക്കെ പ്രസംഗിക്കും ഈശ്വര സന്നിധിയിലേക്ക് പോകുന്ന കാര്യം. പക്ഷേ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കൊണ്ടുപോകാൻ എന്നെ ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഞാനിപ്പോ ചാവുകയെന്ന് പറഞ്ഞു പോകും. ഈശ്വരന്റെ അടുത്തോട്ട് പോകാൻ എല്ലാവരെയും പേടിക്കേണ്ട കാര്യമുണ്ടോ? ഈശ്വരൻ നമ്മുടെ സ്വന്തമാണല്ലേ, പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ അയ്യോ ഈശ്വരന്റെ അടുത്തോട്ട് പോകണ്ട, എനിക്ക് ആശുപത്രിയിൽ പോയാൽ മതി എന്ന് പറയും. പക്ഷേ ഒറ്റ ഒരാളെ മാത്രം വർഷങ്ങളായിട്ട് 19 വർഷമായിട്ട് ഞങ്ങൾക്ക് സൗഹൃദമുണ്ട്. സൗഹൃദം എങ്ങനെയാന്ന് ചോദിച്ചാൽ തുടങ്ങിയ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരിടത്തൊരു മീറ്റിംഗ് നടക്കുകയാണ്. 13,000 ഓഡിയൻസുള്ള ഒരു മീറ്റിംഗ് ആണ്. എനിക്കത് പോലീസിന്റെ പരിപാടിയായിരുന്നു. ജില്ലാ പോലീസ് ക്യാമ്പോ സമ്മേളനം അതെ. അപ്പൊ ഞാനവിടെ നിൽക്കുമ്പോ ഞാനിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഒരാളെ ഞാൻ ഹാരാർപ്പണം ചെയ്യാന്ന് പറഞ്ഞു. ഏറ്റവും എല്ലാ ഭൂമാലയായിരിക്കുമെന്ന് വലിയൊരു പെരുമാവിനെ ഞാൻ ശിവൻ നിൽക്കുന്നവരെ നിൽക്കുന്നു, കഴുത്തേക്കൂടെ പെരുമാവ് ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ ഫോട്ടോ ഇപ്പോഴും എന്തെങ്കിലും. അപ്പൊ ഞാൻ ചിന്തു കൊള്ളാൻ പോലെ ഞാൻ എന്റെ കഴുത്ത് ഞെരുക്കി. പക്ഷെ അതല്ല ഞാൻ പറയാൻ വന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം കുറെ മൂർഖനെ കൊണ്ടെടുത്തു. ഈ മൂർഖൻ അദ്ദേഹത്തിന്റെ കണ്ണിലോട്ട് ഇങ്ങനെ കൊത്താൻ തുടങ്ങുമ്പോ സാധാരണ നമ്മൾ പേടിക്കത്തില്ലേ? ഇദ്ദേഹത്തിന് ആ മരണം അടുത്തോട്ട് വരുമ്പോ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുകയാണ്. ഞാൻ ഒരു ലോകത്തൊരു മനുഷ്യനും മരണം അടുത്ത് വരുമെന്ന് അറിയുമ്പോൾ ആരുടെ കണ്ണുകളിലാണോ ശരിക്കും തിളക്കം ഉണ്ടാകുന്നത്, സന്തോഷം ഉണ്ടാകുന്നത്, ആ മനുഷ്യനാണ് സ്വർഗത്തിലോട്ട് പോകാൻ ഏറ്റവും അർഹനായിട്ടുള്ളത്. ആ ആളിൽ തന്നെയാണ് പരമമായ ഈശ്വര സാന്നിധ്യമുള്ളത്. അല്ലാതുള്ള ഈ കഴിഞ്ഞതൊക്കെ ഒരു വലിയൊരു സന്യാസി വന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രഭാഷണം നടത്തുന്നത്, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടൊക്കെ അടുത്തൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു,
എന്തിനു പേടിക്കണം? ദൈവത്തിന്റെ അടുത്തോട്ടാണ് നമ്മൾ മരിച്ചാൽ പോകുന്നത്. മരണം എന്ന് പറയുന്നത് സത്യമാണ്, ശാശ്വത സത്യമാണ്, മറ്റാണെന്നൊക്കെ പ്രസംഗിക്കും. പക്ഷേ അദ്ദേഹം ഉത്തരാഖണ്ഡിൽ ഒരു പ്രളയം വന്നപ്പോൾ അദ്ദേഹം അവിടെ പോകുന്നത് കണ്ടു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി, ഒരു വീട്ടിൽ മാത്രം. അപ്പോൾ ഉടനെ അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ച് വഴക്ക് പറയുന്ന ആളാണ് ടി വിയിൽ കൂടെ കാണുന്നത്. എന്നെ എന്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയില്ല, എന്റെ ജീവൻ ഒരു വിലയില്ലേ? ഞാനങ്ങനെ കളിച്ച് പറഞ്ഞതും പ്രവൃത്തിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണല്ലോ. ശ്രീ ബാബ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നു അദ്ദേഹം ശതകോടീശ്വരനായിരുന്നു എന്ന് യാതൊരു സംശയമില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് വരുന്നത് ഓസ്ട്രേലിയ എന്നാണ്. അവിടെ കാങ്കരൂവിന്റെ ഫോറസ്റ്റ്, ഇവിടെ നമ്മൾ കങ്കാരു എന്ന് പറയും, അവിടെ ചെന്ന് കങ്കാരു എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാങ്കരൂ അവിടെ കാണാനായിട്ട് പോയതാണ്. അപ്പൊ എനിക്കൊരാഗ്രഹം, ഇവിടെ ഒരുപാട് മുതല്, ഒരുപാട് പാമ്പിന്, ഒരുപാട് രാജകുമാരി കിങ് കോബ്രയെ പിടിച്ച ഒരാൾ ഇവിടെ നമ്മുടെ ബാബ സുരേഷിന്റെ ഒരു പ്രതിയോഗിയായിരുന്നു. അദ്ദേഹം ജീവിച്ചിട്ടില്ല, അദ്ദേഹം തെരണ്ടി കടിച്ചു മരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് സ്റ്റീവ് ഉർവിൻ. അപ്പൊ സിഡ്നിയിൽ നിന്ന് അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന ഒരു ഡോക്ടർ പറഞ്ഞു, സാർ ഇവിടെ 300 കിലോമീറ്റർ ഉള്ളൂ, എന്റെ കാറിൽ തന്നെ പോകുന്നു. അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ തന്നെ അവിടെ കൊണ്ടുപോയി. എന്റെ വിചാരം എന്താണ്, ശ്രീ ബാബ സുരേഷ് സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല, സ്വന്തമായിട്ടുണ്ടായിരുന്ന ഭാര്യയും മടങ്ങി പോയി. അപ്പൊ എന്റെ വിചാരം ഏതെങ്കിലും രീതി ഒരു രക്ഷയില്ലാതെ ഉറങ്ങാൻ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. എന്നിട്ട് ബാബ സുരേഷ് പിടിച്ച അത്രയും പാമ്പുകളുടെ പകുതിയുടെ പകുതി പോലും അദ്ദേഹം പിടിച്ചിട്ടില്ല, അത്രയും രാജകുമാരെ പിടിച്ചിട്ടില്ല. പക്ഷേ ബാബ സുരേഷിനെ കൂട്ട് പ്രവർത്തനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആളെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ 2 പെൺമക്കളാണ്. ശതകോടി ബില്യനേഴ്സ് ആണ്. എത്ര കോടിയാണ്? 3000 കോടിയോ 4000 കോടിയോ ആസ്തി. മറ്റേ ഇതിന്റെ റോയൽറ്റി, പല പരിപാടികൾ, സർക്കാരിന്റെ ഗ്രാന്റുകൾ എല്ലാം കൊണ്ട് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു കുഴപ്പത്തോടെ ഇപ്പൊ അശോകേട്ടൻ എത്രയും നല്ല കാര്യം ചെയ്താലും അങ്ങോട്ട് ഇറങ്ങിയിട്ട് പായസത്തിന് നമ്മൾ സദ്യ കഴിച്ചിട്ട് അവസാനം പറയുന്നത് എന്തോ, പായസത്തിന് ഉപ്പ് തീരെയില്ല. നമ്മൾ നല്ലൊരു ഓണക്കോടി എടുത്തോണ്ട് വന്നിട്ട് പറയും, ഇവിടെ 2 സൂര്യ പൊങ്ങിയിരിക്കുന്നത് കേട്ടോ എന്ന് പറയും. നമുക്ക് എവിടെ കുറ്റം കണ്ടുപിടിക്കുന്നതിലാണ് ഇഷ്ടം. ഇത്രയധികം ഞാൻ എങ്ങാണ് ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പത്മഭൂഷണോ പത്മശ്രീയോ കൊടുക്കുന്നത് ആദ്യം പരിഗണിക്കുന്ന വ്യക്തിയാണ് ഈ ബാബു. അത് പാമ്പുപിടുത്തക്കാരനായിട്ട് മാത്രമല്ല, അദ്ദേഹം പ്രകൃതിയോപാസകനാണ്, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ്, എക്കോ ആക്ടിവിസ്റ്റാണ്. പക്ഷെ ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ അറിവ് തിരിച്ചറിവാണ്, നമ്മുടെ കാഴ്ച ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ടാണ് എന്റെ നാട്ടിലെ ഒരു കവി ഉണ്ടായിരുന്നത്, കടമ്പനിട്ട. അതേ പാടി, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെ, കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത. ആ ഉൾക്കാഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബാബ സുരേഷിനെ വേണ്ട രീതി അംഗീകരിക്കാത്തത്. പക്ഷേ വേറെ നാട്ടിൽ നിന്ന് ഒരു രാജാവ് വന്ന, ബ്രിട്ടനിൽ നിന്ന് രാജാവ് വന്നു. രാജാവ് വന്നപ്പോ ഇവിടുന്ന് ഗവർണറും മുഖ്യമന്ത്രിയൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ഞങ്ങള് മുഖ്യമന്ത്രി അങ്ങോട്ട് വരുന്നുണ്ട്, അവരിങ്ങോട്ട് വരുന്നുണ്ട്, മോഹൻലാൽ അങ്ങോട്ട് വരുന്നു, മമ്മൂട്ടി വന്ന് കാണാൻ പറ്റേ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതുവരെ ഒന്നും കാണുന്നതാണ്, എനിക്ക് കാണുന്ന ഒരാളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ബ്രിട്ടീഷ് രാജാവാണ് വരുന്നത്. ഇതാരാണ്, അതാരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത പേരാറിയാന്നറിയോ? അതായത് ലോകം മുഴുവൻ വാണ ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധികാരിയായ രാജാവ്, ബ്രിട്ടീഷ് രാജാവ് എറണാകുളത്ത് കൊച്ചിയിലോ തൃശ്ശൂര് വന്നപ്പോൾ കാണണമെന്ന് ഇവിടെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും എഴുതി കൊടുത്ത പേര് ഒന്നേ ഉള്ളൂ. അതാരെയാ? വാവ സുരേഷിന്റെ. ആ വാവ സുരേഷിന് ഓണം സമയത്ത് പറഞ്ഞാൽ എന്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്, അവിടെ ഒരു ഗ്രാമമാണ് പത്തനംതിട്ടയ്ക്ക്. അവിടെ സൂര്യ ആശ്രമം, സൂര്യയുടെ പേരാണ് കേട്ടോ, സൂര്യ ആശ്രമത്തിന്റെ ഉദ്ഘാടനത്തിന് ഈ 6-ാം തീയതി വരുന്നുണ്ട് അദ്ദേഹം. അപ്പൊ എവിടെ പോകുന്ന അദ്ദേഹം സത്യത്തിൽ അത്ര തിരക്കുള്ള മനുഷ്യനാണ്, 1 മിനിറ്റ് നിൽക്കാൻ പോകില്ല. പക്ഷെ അദ്ദേഹവും ഇവിടെ അശോകേട്ടന്റെ ഈ പ്രോഗ്രാമിൽ രാവിലെ 9:30 ആയപ്പം അദ്ദേഹം എത്തിക്കഴിഞ്ഞു. കാര്യം അതാണ് അശോകേട്ടൻ. ഇവിടുന്ന് മുനിസിപ്പൽ ചെയർമാൻ പോയപ്പോൾ ചോദിച്ചു, ഇത്രയും പേരെ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചത്? ഇതാ അശോകേട്ടൻ തന്നെ ദുബായിൽ നിന്നാണ് വരുന്നത് നിങ്ങളെല്ലാം കാണാനായിട്ട്. അതുപോലെ ബ്രിട്ടനിലാണ് ദീർഘകാലം മിസ്സിസ് വേൾഡ് ലോക സുന്ദരി പട്ടം നേടിയ ശശിലേഖ, ഡോക്ടർ ശശിലേഖ നായർ ബാംഗ്ലൂരിൽ വന്നിരിക്കുകയാണ്. അതുപോലെ അധികാരം വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ അധികാരി വിളിക്കുന്നത് അനീഷ് സാറാണ്, PV അനീഷ് സാർ. ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ കുട്ടികളെയല്ല, നമ്മൾ തൂക്കിക്കൊല്ലാമെങ്കിൽ നമ്മൾ പിന്നെ നമ്മളെ വല്ലവരും തൂക്കിക്കൊല്ലും അല്ലേ? അദ്ദേഹത്തിന് മാത്രമേ ഒരു പേനയിൽ ഒരാളെ തൂക്കിക്കൊല്ലൂ എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാനുള്ള അധികാരമുള്ളൂ. അത്ര അധികാരമുള്ള PV അനീഷ് സാർ, അദ്ദേഹം ഞാൻ ഒരു ജില്ലക്കാരൻ തന്നെയാണ്.
ഇവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ദീപപ്രോജ്വലനം നടത്തിയ ശിവയോഗി, ഇവരെല്ലാം ബദരീനാഥ്, ബീനാരറ്റ്, സൂര്യ, ശിവു, നിങ്ങളെല്ലാവരും ഇവിടെ വന്നേക്കുന്നത് എന്തുകൊണ്ടാ? അമ്മൂസ് അശോകം എന്ന അശോകൻ. നമ്മുടെ നാട്ടിൽ എത്ര കോടീശ്വരന്മാരുണ്ടെന്നറിയാം. കോടീശ്വരന്മാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. പക്ഷെ ഇതേതേലും ഒരു കോടീശ്വരൻ നമുക്ക് ഒരു ചായയെങ്കിലും വാച്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല. ആ പൈസ ഉണ്ടായത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന ആളുകൾക്ക് ഗുണമുള്ളൂ. അന്യജീവനുതകി. എങ്ങനെയാണ്? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ആരാ എഴുതിയെന്നറിയോ? കുമാരനാശാൻ. എന്നുവെച്ചാൽ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ. അതുപോലെ എഴുതി ശ്രീനാരായണ ഗുരുദേവൻ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവർ അവരന് സുഖത്തിനായി വരയണം. അപ്പോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആര് ജീവിക്കുന്നോ അതാണ് ജീവിതം. അവനു വേണ്ടിയുള്ള ജീവിതമാണ് ജീവിതം. അവനവന് വേണ്ടി ജീവിക്കുന്ന അവനവന്റെ കൊച്ചിനും ഭാര്യയ്ക്കും കെട്ടിയോൾക്കും മാത്രം ഒരു അതിലും കെട്ടിയിട്ട് വേറെ ഒരുത്തരെ അങ്ങോട്ട് കേട്ടത്തുമില്ല, 5 പൈസ ആർക്കും കൊടുക്കത്തുമില്ല. അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവനെ നമ്മൾ വിളിക്കേണ്ട ഒരു പ്രോപന പേര് എന്തോ അറിയോ? എന്തോ? സ്വാർത്ഥൻ. എന്താണ് സ്വാർത്ഥൻ? ഈ സ്വാർത്ഥൻ എത്ര കുന്നുകൂട്ടി വെച്ചാലും 100 വയസ്സ് വരെ ജീവിച്ചാലും എത്ര ദിവസം ജീവിക്കും? 100 വയസ്സ് ജീവിക്കുന്ന ഒരാളാ നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? 100 വയസ്സ് ജീവിച്ചാൽ എത്ര ദിവസം ജീവിക്കും? 365 ദിവസമാണ് ഒരു വർഷം. 365 കൂടെ 100 എത്രയാണ്? 36,500. പിന്നെ ലീപ് ഇയർ ഉണ്ട്, 24 ലീപ് ഇയർ 100 വർഷത്തിലുണ്ട്. 36,500 ദിവസമേ ഒരു മനുഷ്യനെ എത്ര കിടന്ന് സമ്പാദിച്ചാലും ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. അതിൽ പകുതി ഉറങ്ങിപ്പോവും. പകുതി ഉറങ്ങിപ്പോകുമ്പോ ഏതാണ്ട് 18,000 ദിവസം പോലും ഒരാൾ ജീവിക്കുന്നില്ല. ഈ 18,000 ദിവസത്തെ ഒരു കാര്യം മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇനി 100 വയസ്സ് ജീവിക്കുന്നവരുടെ കാര്യമാണ്. 80 വയസ്സാണ് ഞാൻ 28,000 ദിവസമേ ജീവിക്കുന്നുള്ളൂ. അതിൽ പകുതി എന്ന് പറയുമ്പോൾ 14,000 ദിവസം മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതിനാണ് ഇത്ര കിടന്ന് അയൽവക്കക്കാരന്റെ അതിരുമാന്തി വല്ലോനെ എല്ലാം കുറ്റവും പറഞ്ഞ് മരുമോളെ ജപിക്കണ്ടത്തിന് പഠിച്ച് വേറെ ആർക്കെങ്കിലും വിഷവും കലക്കി കൊടുത്ത് എന്തൊക്കെ തോന്നിവാസമാണ് മനുഷ്യൻ ജീവിതം കൊണ്ട് കാണിക്കുന്നത്, അല്ലേ? ജീവിതം കൊണ്ട് എന്തൊക്കെ കോപ്രായമാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിൽ വലിയൊരു മത്സരമാണ് നടക്കുന്നത്. ഒളിമ്പിക്സ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. മലയാളിക്കൊന്നും ഒളിമ്പിക്സ് കാര്യമായിട്ട് കിട്ടുന്നില്ല. നമ്മുടെ മത്സരം എത്തുക. തമിഴിനും ഈ മത്സരമില്ല, തെലുങ്കിലും ഈ മത്സരമില്ല. നമ്മുടെ മത്സരം എത്തുക. ഓ, എന്റെ അനിയൻ ഒരു വലിയ വീട് വെച്ചു, അതിനേക്കാൾ ഇച്ചിരി കൂടെ വലിയൊരു വീടൊക്കെ വെക്കാം. എന്റെ അയൽവക്കക്കാരൻ വലിയൊരു വീട് വെച്ചു, അതിനേക്കാൾ എന്റെ അയൽവക്കക്കാരൻ 5,000 സ്ക്വയർ ഫീറ്റ് വെക്കുമ്പോൾ ഞാൻ 7,000 സ്ക്വയർ ഫീറ്റ് വെക്കും. എന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് 10,000 സ്ക്വയർ ഫീറ്റ് കിടന്നാലേ ഉറക്കം വരുള്ളൂ. ഇതുപോലുള്ള മണ്ടത്തരം പൊട്ടത്തരമാണ് നടക്കുന്നത്. വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഒരു വീട് വെക്കുമ്പോൾ. എൻ്റെ ഒരു സുഹൃത്ത് 10,000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചു. പക്ഷെ വീട് വെച്ചപ്പോൾ 10 പേർക്ക് കൂടെ വീട് വെച്ച് കൊടുത്തു. എൻ്റെ വേറൊരു സുഹൃത്ത് മോളുടെ കല്യാണം നടത്തിയപ്പോൾ ആ മോൾക്ക് 10 പേരെ കൊടുത്തുള്ളൂ. ബാക്കി 100 പവൻ ഉണ്ടാക്കി വെച്ചിരുന്നത് വെച്ച് ബാക്കി കുറച്ച് പേർക്ക് കൂടെ കല്യാണം നടത്തി. അശോകേട്ടൻ ചെയ്യുന്നത് എന്താണ്? അശോകേട്ടൻ സ്വന്തം വീട്ടിലെ രേഷ്മ മോക്കും അല്ലെങ്കിൽ കൊച്ചുമോള്, അല്ലെ, ഏകാ തിയറ, പേര് പറയാൻ തന്നെ പ്രയാസം. അശോകേട്ടന്റെ കൊച്ചുമോളുടെ പേര് ഏകാ തിയറ എന്നാണ്. ജൂലൈ 2-ന് ജനിച്ചത്. അശോകേട്ടന്റെ ജന്മദിനം ജൂൺ 12 കേട്ടോ, ജൂൺ 12. അപ്പൊ അശോകേട്ടന്റെ മകൻ പൈലറ്റാണ്. ഇവർക്കെല്ലാം വസ്ത്രം വാങ്ങിക്കുമ്പോൾ അദ്ദേഹം ഭാര്യയ്ക്കും കുട്ടിക്കും കൊച്ചുമോക്കും മാത്രമല്ല വസ്ത്രം വാങ്ങിക്കുന്നത്. ആർക്കൊക്കെയാണ്? അതിന്റെ ഒരു പങ്ക് അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ വേർപ്പ് ഒഴുക്കി പണം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു അംശം എടുത്ത് 201 അമ്മമാർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ഒരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ അന്നവസ്ത്രാദികൾ തന്ന് നമ്മളെ കാക്കുന്ന ഇതുപോലുള്ള മനുഷ്യരാണ് കാണപ്പെട്ട ദൈവങ്ങൾ. അശോകൻ ഇങ്ങോട്ട് വന്നു വെച്ചാൽ ഇങ്ങനെ പതുക്കെ അടിക്കുന്നു. നല്ലതായിട്ട് കൈയടിക്കാത്തത് എന്താണ്? ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. നമ്മൾ വാഴ്ത്തേണ്ടത് ഇങ്ങനെയുള്ള ഹൃദയത്തിൽ നന്മ കയ്യൊപ്പിട്ട മനുഷ്യരെയാണ്. ഹൃദയത്തിൽ നന്മ കയ്യൊപ്പെടുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ എത്രയോ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ കൂടുതൽ ഈ കാര്യം വീട്ടിൽ പോയി 4 പേരോട് പറയൂ, അയലോക്കത്ത് പറയൂ, പറയത്തില്ല. ഇത് വാങ്ങിച്ചോണ്ട് ഇങ്ങനെ പോകും, അതല്ലാതെ ഒന്നും നമ്മൾ പറയത്തില്ല. പക്ഷേ അപ്പുറത്തെ പെൺകൊച്ച് വേറെ തന്നെ ഓടിച്ചോടി പോയി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോടി, ഫോണെടുത്ത് ചോദിക്കാൾ അറിഞ്ഞോടി,
അപ്പുറത്തെ നിഷയുടെ മോള് രേഷ്മ ചാടിപ്പോയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കുഴപ്പം പിടിച്ച കാര്യങ്ങൾ. വാർത്ത പോലും കേൾക്കുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ നെഗറ്റീവ് വാർത്തകൾ മാത്രമേ നമ്മൾ കേൾക്കത്തുള്ളൂ. നമുക്ക് ഇഷ്ടം എന്തുവാ? മറ്റുള്ളവരെ കരച്ചിൽ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ലയോ നമ്മൾ ഈ കണ്ണീർ സീരിയൽ മൊത്തം കാണുന്നത്? ആണോ? എന്നുവെച്ചാൽ നമ്മുടെ അന്യന്റെ ദുഃഖം നമുക്കൊരു വലിയ ആത്മസന്തോഷമായിട്ട് മാറുകയാണ്, ആത്മഹർഷമായി മാറുകയാണ്. അത് തന്നെ വലിയൊരു കുഴപ്പമാണ്. നമ്മളിനി മറ്റുള്ളവരെ സന്തോഷത്തിൽ പങ്കുചേർന്ന് സന്തോഷിക്കണം, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. ഒരു കൊച്ചുകുട്ടി വന്ന് നല്ലതായിട്ട് പാട്ട് പാടിയാൽ എത്ര തിരക്കാതെ നല്ല കയ്യടി കൊടുക്കണം. ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ടോ? നല്ല കയ്യടി കൊടുക്കാൻ അതിന് നഷ്ടമുണ്ടോ? ഉണ്ടോ? ഈ കൈ നല്ലതായിട്ട് അടിക്കാൻ പറഞ്ഞാൽ നല്ല എക്സസൈസാ. ഈയിടെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞെന്തോ അറിയോ, 50-60 വയസ്സ് കഴിയുമ്പോൾ വലിയൊരു അസുഖം ഇപ്പൊ എല്ലാവർക്കും പറ്റും. എന്തോ അറിയോ? ഷോൾഡർ ഫ്രീസിങ്, ഫ്രോസൺ ഷോൾഡർ എന്ന് വെച്ചാൽ കൈ പൊങ്ങത്തില്ല, ഇങ്ങനെ പൊങ്ങത്തില്ല. അപ്പോ ഈയിടയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന്, എന്റെ അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പൻ ഡോക്ടറെ അടുത്തിരുന്നു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അപ്പോ എന്റെ കാല് ഇങ്ങനെ പൊങ്ങുന്നില്ല, ഈ കാല് ഇങ്ങനെ പൊങ്ങുന്നില്ല. അപ്പൊ ഡോക്ടർ ഉടനെ ചോദിച്ചു, ഡോക്ടറിന്റെ സുഹൃത്താ, ഡോക്ടറെ ചോദിച്ചു എന്തോ അപ്പൂപ്പ? അപ്പൊ മോഹൻലാലിന്റെ ഈയിടെ ഒരു സിനിമ ഇറങ്ങി തുടരും. അതിനകത്ത് മോഹൻലാൽ ശാന്തമീ രാത്രിയിൽ കൊണ്ടുപോവാ, ഇത് കളിക്കാൻ പോവാണോ? മോഹൻലാലിനോട് ഡാൻസ് ചെയ്യുന്നോ? അല്ലെങ്കിൽ പഴയ മമ്മൂട്ടിയുടെ സിനിമയാണ്, അതിനാണോ? കാലെന്തിനാ പൊങ്ങുന്നത്? അപ്പൊ കൈ കാലമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈയടിക്കാനൊക്കെയാണ്, നല്ലതായിട്ട് കൈയടിക്കാനാണ്. പക്ഷേ ഈ ഡോക്ടർ വലിയ തമാശക്കാരനാണ്. ഡോക്ടർ ഇത് ചോദിച്ചപ്പോ ഈ അപ്പൂപ്പൻ അതിനേക്കാൾ വലിയ തగ్గടിച്ചു. തഗ്ഗെന്നാ പറയുന്നത് മറുപടി. അപ്പൊ അപ്പൂപ്പൻ ദേഷ്യപ്പെട്ടിട്ട് അപ്പൂപ്പൻ ചോദിക്കാം, ഈ അണ്ടർവെയർ ഇടാൻ, ഈ കാലിങ്ങനെ പൊക്കി അണ്ടർവെയർ ഇടാൻ ഡോക്ടറിന്റെ അപ്പം വന്ന് അണ്ടർവെയർ ഇട്ട് തരും. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ശാന്തമീ രാത്രി തുടരും സിനിമ കണ്ടിട്ട് വന്ന ഡോക്ടർ, അതിനകത്ത് മോഹൻലാലിന്റെ വീട്ടിൽ ഡാൻസ് ചെയ്യാൻ പോകുന്ന അപ്പൂപ്പ കാലം അത്രയൊക്കെ ആവത്തുള്ളൂ, 90 വയസ്സ് കഴിഞ്ഞാൽ അതൊക്കെ ആവത്തുള്ളൂ, ഇത്രയും നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പൂപ്പ ഇങ്ങനെ ഇങ്ങോട്ട് പൊങ്ങുന്നില്ല, ഇങ്ങനെ പൊങ്ങുന്നില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം എത്രയേ ഉള്ളൂ, ആര് നന്മ ചെയ്താലും ആ നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പ്രാർത്ഥനയേക്കാൾ വലിയ കാര്യം. ഇങ്ങനെ 2 കൈയും കൂട്ടി തൊഴുന്നതിനേക്കാൾ വലിയ കാര്യം ഒരാളെ സഹായിക്കാനായിട്ട് ഈ കൈ ഇങ്ങനെ കൊടുക്കുന്നതാണ്. നമ്മള് ദൈവത്തിന്റെ പേര് 1000 തവണ പറയുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് നന്മ ചെയ്ത ഒരു മനുഷ്യന്റെ പേര്, ആ നന്മയെ നമ്മൾ ഉദ്ഘോഷിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അശോകേട്ടന് നല്ലൊരു കൈയടിയോട് കൊടുക്കുക. ഇവിടെ മാത്രമല്ല, ഞാൻ ഇവിടെ കാന്തല്ലൂർ എന്ന് പറഞ്ഞ ദേശത്തിരുന്നു. കാന്തല്ലൂർ തമിഴ്നാട് ബോർഡറിലുള്ള ഇടുക്കി ജില്ലയിലെ ദേശമാണ്. എനിക്കൊരു ജഡ്ജും അവിടെ ചെന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അത് ശിവയോഗി അദ്ദേഹവും പോയിട്ടുണ്ട്. ഇനി ബാബ സുരേഷ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. അവിടെ 330 ഏക്കറിൽ ഗോത്ര പൈതൃക ഗ്രാമം ഒരുക്കിയിരിക്കുകയാണ് അശോകേട്ടൻ. അത്ഭുതകരമായ ഗ്രാമം. നിരവധി വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ വനവാസികളുടെ പ്രോഡക്റ്റുകൾ വിൽക്കാനും വനവാസികൾക്ക് ഇതുപോലെ ആ പരിപാടിക്ക് ഞങ്ങൾ പോയി, ഞാനും ഡോക്ടർ പോലെ ഞങ്ങൾ ചെന്നിട്ട് 300ഓളം വനവാസികൾക്ക് നല്ല വസ്ത്രം കൊടുത്തു. അവരെ കണ്ണ് നിറഞ്ഞുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ കാന്തല്ലൂരുള്ള ഒരൊറ്റ രാഷ്ട്രീയക്കാരെ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇദ്ദേഹം അവിടെ ചെന്നു. അപ്പോഴാണ് ഈ വർക്കല എന്ന് പറയുന്ന ദേശത്തിന്റെ പേര് കാന്തല്ലൂർ എന്ന് പറഞ്ഞ ദേശത്തിൽ ചെന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് പുണ്യം ചെയ്തൊരു മനുഷ്യനെ ഓർമ്മ വരും. ആ മനുഷ്യന്റെ പേരാണ് ഡോക്ടർ അശോക് കുമാർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാമനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ദൈവതുല്യമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞാനും ശശിലേഖ നായരും ഒക്കെ 6 മണിക്ക് പത്തനംതിട്ട ഇറങ്ങിയ മോഹൻലാലിന്റെ കത്തിനായിരിക്കുന്നത് കേട്ടോ. ശശിലേഖ ഞങ്ങൾ 6 മണിക്ക് അവിടെ നിന്ന് നിങ്ങളെ കാണാനായിട്ട് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അശോകേട്ടൻ വിളിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ ഇത്രയും അമ്മമാരെ കാണാൻ വേണ്ടിയാണ്. ഈ അമ്മമാരെ കാണുമ്പോൾ ഇതിനേക്കാൾ വലിയ ഏത് പുണ്യ സ്ഥലത്ത്, ഏത് തീർത്ഥാടന സ്ഥലത്ത് ഇരുന്നാലും സമാധാനം കിട്ടും. ശബരിമലയിലും എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാണ്. ദാറ്റ്സ് യു. നീയാണ്, നിന്നിൽ തന്നെയാണ് ഈശ്വരൻ, നിന്നിലെ നന്മയാണ് ഈശ്വരൻ, നിന്നിലെ നന്മ തന്നെയാണ് ഈശ്വരൻ. അപ്പൊ നന്മ ചെയ്യൂ. അപരനോടുള്ള കരുതലാണ് സംസ്കാരം. മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവരോടുള്ള സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അതുകൊണ്ടാണ് മഹാബലവാനായിട്ടല്ല മഹാബലിയെ മഹാബലി എന്ന് വിളിക്കുന്നത്. സ്വന്തം തല കുനിച്ചു കൊടുത്ത് ബലി നൽകിയത് കൊണ്ടാണ്, ആത്മബലിയാണ്. സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി ആർക്കാണ് പകർത്തു കൊടുക്കാൻ കഴിയുന്നത്? സ്വന്തം സമ്പത്ത് ആർക്കൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉതകുന്ന രീതിയിൽ ആർക്കാണ് പകർത്തു കൊടുക്കാൻ കഴിയുന്നത്? അവരാണ് ഏറ്റവും മഹത്വമുള്ള മനുഷ്യൻ.
അല്ലാതെ എല്ലാ അധികാര സ്ഥാനങ്ങൾക്കും എല്ലാ തരത്തിലുള്ള മേലകികൾക്കും മീതെയാണ് നന്മയും മനസ്സിൽ കയ്യൊപ്പിട്ട ഒരു മനുഷ്യന്റെ സ്ഥാനം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് അനേകായിരം മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ഇത് ചെവി പോലും അറിയാതെ എത്രയോ പേരെ സഹായിച്ച ഈ മനുഷ്യന്റെ പേരാണ് അശോക് കുമാർ എന്ന പേര്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധമായ ആയുരാരോഗ്യങ്ങളും നേരുകയാണ് ഞാൻ ചെയ്യാനുള്ള കഴിയുന്ന കഴിയുന്നത്. എത്ര കാലം വേണമെങ്കിലും അദ്ദേഹം ജീവിക്കട്ടെ. അത്രയും കാലം ജീവിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അശോകം, നമുക്ക് ആർക്കും ദുഃഖമില്ലാത്ത അശോകം എന്ന വാക്ക് ഒരു മന്ത്രം തന്നെയാണ്. അശോകം ഹാപ്പിനെസ് ആണ് ലോകത്തെ ഏറ്റവും പ്രധാന കാര്യം. എല്ലാ മനുഷ്യനും ജോലി ചെയ്യുന്നതും ശമ്പളം കിട്ടുന്നതും കല്യാണം കഴിക്കുന്നതും ടൂറിന് പോകുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ്? അശോകം. ശോകമില്ലാതെ ഹാപ്പിനെസ്, സന്തോഷത്തിന് വേണ്ടിയാണ്. അജീഷിന്റെ വൈഫ് സുനിത കായിക്കര, ശോഭന വടശ്ശേരിക്കോട്, ഓണം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നാം കടന്നു പോകുന്ന ദിനങ്ങളാണ്. ഏതാണ്ട് 12 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ യാത്രയിലോ മറ്റോ ബഹുമാന്യനായ സുഹൃത്ത് കുമാർജി ഇതുപോലെയൊരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഇതിൻ്റെ നാന്ദി കുറിക്കുന്നതിൽ അതിൻ്റെ ചർച്ചകളിൽ പങ്കുചേരാൻ സാധിച്ച ഒരു മനുഷ്യനാണ്. നിയമപരമായി അത് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും കൂടി ഉണ്ടായിരുന്നു. തുടർന്ന് ബഹുമാന്യമാണ് മീന കടന്നു വരികയും വീണ്ടും ഇത്ര വളർന്ന് തന്നിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അത് വളരെ സന്തോഷം. ശ്രീ കുമാറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ നല്ല നിലയിലെത്തി. അപ്പോഴും താൻ കടന്നു വന്ന വഴികളെയും താൻ കണ്ടുമുട്ടിയവരെയും താൻ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും മറ്റുള്ളവർ അനുഭവിക്കുന്നുണ്ടെന്ന് മറക്കാതെ തൻ്റെ യാത്രയിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും സാധിച്ചെന്നുള്ളത് സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾക്കറിയാവുന്നതാണ്. നാട്ടില് അത് മനസ്സിലാക്കുവാനായി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും അത് സമൂഹത്തിന് നാനാനിറയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങി ചെല്ലുവാൻ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളതും വളരെ സന്തോഷകരമാണ്. ഈ സന്ദർഭത്തിൽ വ്യക്തിപരമായി അദ്ദേഹത്തോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ പ്രവർത്തന മേഖലകളിൽ ആദ്യം ഞാനും അദ്ദേഹം കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. എങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തിരക്കുകൾക്കിടയിൽ അതിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത് വളരെ മഹത്തരം തന്നെയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനായ വിദേശി പറഞ്ഞതുപോലെ കുമാർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നിങ്ങളിലേക്ക് വരുന്നു. നമ്മളിലെത്തുന്ന നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്രമാത്രം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു പ്രസക്തമാണ്. ഇവിടെ പലരും നമുക്കറിയാം, ഹോംനെസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാരും അമ്മമാരും ഉണ്ടാവാം. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന രോഗികൾക്ക് കൂട്ടിരിക്കുകയും അവരെ പരീക്ഷിക്കുകയും ചെയ്യുന്ന അമ്മമാരും, അപ്പം വേദനിക്കുന്നവർക്ക് ഒരു താങ്ങായി പോകുന്ന അമ്മമാരും സഹോദരിമാരും, നമുക്ക് ചുറ്റും തന്നെ വേദനിക്കുന്നവരും ഒരു പക്ഷേ നമുക്ക് സാമ്പത്തികമായി അവരെ സഹായിക്കാൻ സാധിക്കില്ല. വേദനിക്കുന്ന മനസ്സുകളുണ്ട്. കോടതികളിലേക്ക് വരുമ്പോൾ ഞാൻ ഫാമിലി കോടതി ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ വളരെ ദുഃഖിത അനുഭവിക്കുന്ന അമ്മമാരും സഹോദരിമാരും കോടതികളിൽ വരാറുണ്ട്. അവരുടെ വേദനകൾ, അവരുടെ പ്രശ്നങ്ങൾ അവരുടെയെങ്കിലും പറയുകയാണെങ്കിൽ
അവർക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഞാൻ കാണാറുണ്ട്. പലപ്പോഴും ഞാൻ സമയക്കുറവുണ്ടെങ്കിൽ പോലും ഇവരുടെ പ്രശ്നങ്ങൾ വളരെ സൗഹൃദം കേട്ടിരിക്കാറുണ്ട്. കാരണം ഒന്ന് കേൾക്കുന്നത് അവർക്ക് ഒരു ആശ്വാസമാണ്. ഒരു ഓർഡർ കൊടുത്തില്ലെങ്കിൽ പോലും, അവർക്ക് അനുകൂലമായ ഒരു ഓർഡർ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരുടെ വേദനകളൊന്ന് കേൾക്കുമ്പോൾ ജഡ്ജി ആ വേദനകൾ കേൾക്കുന്നു, ജഡ്ജി അത് മനസ്സിലാക്കുന്നത് കാണുന്നത് തന്നെ അവർക്ക് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു സഹോദരി വേറൊരു സഹോദരിയുടെ വേദന കാണാം, വേറൊരു സഹോദരന്റെ വേദന കാണാം, നമുക്ക് ചുറ്റുമുള്ളവരുടെ വേദന കാണാം. ഒരു പക്ഷേ നമുക്ക് 10 രൂപ കൊടുത്ത് സഹായിക്കാൻ കഴിയും, 5 രൂപ കൊടുത്ത് സഹായിക്കാൻ കഴിയും, അവരുടെ വേദനകൾ കേൾക്കാൻ കഴിയും. അങ്ങനെ നന്മ ചെയ്യുന്ന, നമുക്ക് ആരോ നന്മ ചെയ്യുന്നത് ആ നന്മകൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാണ്. ഇവിടുന്ന് ഇവിടെ കൂടിയിരിപ്പുണ്ട്, നമ്മൾക്കറിയാം പലപ്പോഴും പല ആളുകൾക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് പ്രശ്നങ്ങളുള്ളവർ, ഞങ്ങൾ കോടതിയിൽ നിയമപരമായി പ്രശ്നങ്ങളുള്ളവർ, നിയമത്തിന്റെ അജ്ഞത കൊണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത്. ഇവിടെ റിപ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കാണുകയുണ്ടായി. നിയമ മേഖലകളിലും സഹായം ചെയ്തു കൊടുക്കുന്നു, വളരെ ഉത്തമമായ കാര്യമാണ്. ഞാനത് കുമാർജിയോട് അത് പറയുണ്ടായി. ആ മേഖലകളിൽ പലപ്പോഴും കേസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ, എവിടെയാണ് കേസ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ, ആരെയാണ് കാണേണ്ടതെന്ന് അറിയാതെ, എന്താണ് ഇതിന്റെ ഒരു പരിഹാര മാർഗം എന്നറിയാത്ത പല സഹോദരന്മാരെ പഠിച്ചിട്ടുള്ളത്. ആ മേഖലകളിൽ, ആരോഗ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, സാംസ്കാരിക മേഖലകളിൽ, സംസ്കാരത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾ ഏറ്റവും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷനോടൊപ്പം എല്ലാ മേഖലകളും തത്തുല്യമായി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ പുരുഷനോടൊപ്പം തന്നെ കായിക മേഖലയിൽ ജോലി ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം, ശത്രുരാജ്യം നമ്മളെ ആക്രമിച്ചപ്പോൾ ആ രാജ്യത്ത് പോയി ഒപ്പിട്ടിട്ട് വന്ന നമ്മുടെ ഒരു സഹോദരിയാണ്. എല്ലാ മേഖലകളിലും സ്പേസിലൊക്കെയാണെങ്കിലും ശരി, ഒരിക്കലും സ്ത്രീകൾ അബലകളല്ല. സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്നതിലേക്ക് വരികയാണ്, പുരുഷനോടൊപ്പം വരികയാണ്. ഒരു പക്ഷേ പുരുഷന് മുകളിലേക്ക് കടന്നു അങ്ങനെ കടന്നു വരണം. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായ എല്ലാം. ഞാൻ ഈയിടെ പറയുണ്ടായി, 30 കൊല്ലങ്ങൾ കഴിയുമ്പോൾ സ്ത്രീകൾ ഒരിക്കൽ പോലും കോടതികളിൽ ഒരു മെയിൻ്റനൻസ് കേസ് ഞാൻ പറയും, ഈ പൈസ കിട്ടാനായിട്ട്, ചെലവ് കിട്ടാനുള്ള പൈസ കിട്ടി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം മിക്കവാറും 30 കൊല്ലം 40 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ സഹോദരിമാരെല്ലാവരും ശാക്തീകരിക്കപ്പെടുകയും സ്വയം തൊഴിലെത്തി സ്വന്തമായി വരുമാനം ഉണ്ടാക്കുകയും ചെയ്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരും. അതിന് ദൂരമല്ല, 25 കൊല്ലത്തിൽ അത് ഉണ്ടാവും. പുരുഷന്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കാൻ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈ നീട്ടിയിരിക്കുന്ന സഹോദരിമാരായിരിക്കില്ല ഒരു 30 കൊല്ലം കഴിഞ്ഞ് കാണാൻ പോകുന്നത്. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികപരമായും എല്ലാ മേഖലകളിലും, ഔദ്യോഗിക പദവികളിലാണെങ്കിലും ശരി, തൊഴിൽ മേഖലകളിലും എല്ലാം അവർ പുരുഷനോടൊപ്പം എത്തി, അല്ലെങ്കിൽ പുരുഷന് മുകളിലെത്തി സാധിക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരണം, വന്നേ പറ്റുകയുള്ളൂ. ആ മേഖലകളിലൊക്കെ എൻ്റെ പ്രിയ സുഹൃത്ത് കുമാർജി കടന്നു വരികയും അവർക്കൊരു സഹായമായി, ചെറിയൊരു സഹായമായി, ആ ചെറിയൊരു സഹായം നമ്മൾക്ക് വണ്ടിക്കൂലി ഇല്ലാതെ നിൽക്കുന്ന ഒരു സഹോദരിക്ക് നമ്മൾ 10 രൂപ കൊടുക്കുന്നത് ഏറ്റവും വലിയ സഹായമാണ്. വിശന്ന് നിൽക്കുന്ന ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുന്ന സഹായമാണ്. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന സഹായം നമ്മൾ മറ്റുള്ളവരിലേക്ക് നന്മ ചൊല്ലുക, വിദേശി പറഞ്ഞ പോലെ എല്ലാവരിലേക്കും നന്മ ചെല്ലുക, സ്നേഹം കടന്നു ചെല്ലുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള പരിപാടിക്ക് എന്നെ വിളിച്ചതിനും ഈ സഹോദരി നിങ്ങളുടെ അമ്മമാരോടൊത്ത് 10-15 മിനിറ്റ് സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ നന്മകളും തരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും പേര് ക്ഷമിക്കണം, ഞാൻ ഒരു ദീർഘമായ പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. ഓൾറെഡി 12:20 20ആയി. അമ്മമാരെല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്, എൻ്റെ ഓഡിയൻസ് ആയിട്ട്. ഇവിടെ ആദ്യമേ തന്നെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച അശോകൻ ചേട്ടന് നന്ദി പറയുന്നു. ഇതുപോലൊരു പ്രോഗ്രാം, അതും ഓണവുമായി ബന്ധപ്പെട്ട ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇന്നിവിടെ കൂടിച്ചേരാൻ പറ്റിയതും ഇങ്ങനെ കാണാൻ ഒരവസരം ലഭിച്ചതും. അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ ജിതേഷ് വഴിയാണ് അശോകനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ കാരണമായിട്ട് ജിതേഷിയാണ്. സോ ജിതേഷിക്ക് നന്ദി പറയുന്നു എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന്. പിന്നീട് നമ്മുടെ ജില്ലാ ജഡ്ജി സാർ കാണാൻ പറ്റിയതൊരു സന്തോഷം. സാർ ഗുരു യോഗി ശിവൻ സാർ. സോ ഇന്നത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു 2 മിനിറ്റ് സാറുമായിട്ട് സംസാരിച്ചു. സാർ പറഞ്ഞത്
സാറിനോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധിച്ചത്, എന്നെ അട്രാക്ട് ചെയ്തത്, ഹീൽ ചെയ്യാൻ പറ്റാത്തത്, മെഡിസിൻ കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റാത്തത് മൈൻഡ് കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും ഇന്നത്തെ പല അലോപ്പതി മെഡിസിൻ ഞാൻ എഗെയിൻസ്റ്റ് അല്ല, പക്ഷേ എൻ്റെ അനുഭവത്തിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മരുന്നുകളൊന്നും യേശുന്നില്ലെന്ന്. സാറ് നിങ്ങളുടെ പോലൊക്കെയുള്ള ഈ ചികിത്സാ രീതികളൊക്കെ കൂടി വരട്ടെ, നമുക്കൊക്കെ പ്രയോജനമാകും. അതോടൊപ്പം തന്നെ ശ്രീ വാവ സുരേഷ് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഇന്നാണ് ആദ്യമായിട്ട് കാണാൻ സാധിച്ചത്. ശ്രീ നിഷ, അതുപോലെ സൂര്യ, ഷിബു, എല്ലാവരും വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാർ, നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 17 വയസ്സ് സ്ഥിരമായിട്ട് കേരളത്തിൽ നിന്ന് ഞാൻ താമസം മാറിയതാണ്. ഈ 17 വയസ്സ് വരെ പോലും ഞാൻ ഒരു വർഷം 3-4 മാസം ഇവിടെ കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് കേരളമായിട്ട് അങ്ങനെ സ്ഥിരം പഠിച്ചത് ഇവിടെ ആണെങ്കിലും 17ാമത്തെ വയസ്സിൽ വരെ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിന് വെളിയിലും ഒരു എക്സ്പോഷർ പോയി താമസിച്ചതിൻ്റെ ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഓണ ആഘോഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ ഭയങ്കര ഓർമ്മ എനിക്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓണത്തിനോട് ബന്ധപ്പെട്ട ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ സാധിച്ചതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എനിക്ക് ഇന്നിവിടെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടില്ല. എൻ്റെ അമ്മയാകുമ്പോൾ തീർച്ചയായിട്ടും 70+ ആണ്, 70 വയസ്സ് മേളിലുണ്ട്. അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ ഏറ്റവും പ്രശ്നം മനസ്സിനാണ്. കാരണം കൂടുതൽ ചിന്തിക്കുന്നു. മക്കള്, ബാക്കിയുള്ളവർ അവരെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എക്സ്പെക്റ്റേഷൻസ് ആണ് ഒരു പരിധിക്കാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രായത്തിലുള്ള എല്ലാ അമ്മമാർക്കും നിങ്ങൾക്ക് മക്കളും മരുമക്കളും എല്ലാം ഉണ്ട്. അവർ വേറൊരു ജീവിതം തുടങ്ങിയവരാണ്. അവരെടുത്തുനിന്ന് അധികം എക്സ്പെക്ട് ചെയ്യാതിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞു. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് ഒരു പ്രായം കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെക്കാട്ടിലും മനസ്സിൻ്റെ ആരോഗ്യമാണ് നിങ്ങളെ കൂടുതൽ അലട്ടുന്നത്. അത് ശരിയല്ലേ? നിങ്ങൾ തന്നെ വിചാരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം അല്ല, ശരീരത്തിൻ്റെ ആരോഗ്യം എനിക്ക് പിന്നെ കുഴപ്പമില്ല, എൻ്റെ മരുന്നുകൾ ഇതുകൊണ്ടൊക്കെ ഞാൻ അത് മാനേജ് ചെയ്യുന്നു, പക്ഷേ മനസ്സിന് എനിക്കിതില്ല. അപ്പോൾ അത് എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കുക. നിങ്ങൾ തന്നെ സന്തോഷം കണ്ടെത്താൻ നോക്കുക. ചെറിയ ചെറിയ കാര്യമാണ്. ഇന്നിപ്പോൾ ഇവിടെ ഈ പുതിയ ഒരു ഓണക്കോടി കിട്ടും. എത്ര പേരിത് സമയത്തിന് കൊടുക്കും? എത്ര പേരിത് എത്ര നാൾ സൂക്ഷിച്ചു വയ്ക്കും? ഇംഗ്ലീഷ് നമ്മൾ പറയും ലിവ് ഫോർ ദ മൊമെന്റ്, പോസിറ്റിവിറ്റി. നമ്മൾ ഇന്നത്തെ ദിവസമാണ് ഏറ്റവും വലിയ ഒക്കേഷൻ. നാളത്തേക്ക് കൂട്ടി വയ്ക്കണ്ട. എൻ്റെ അമ്മ സഹിതം നല്ല സാരികൾ കൂട്ടി വയ്ക്കുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അലമാരിക്കകത്തോട്ട് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് നല്ല പാത്രങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും. ഗസ്റ്റ് വരുമ്പോഴത്തെ ആരും വരാനില്ല. നിങ്ങളാണ് ഗസ്റ്റ്, നിങ്ങളാണ് സെലിബ്രിറ്റി, നിങ്ങളാണ് സ്റ്റാർ. അപ്പം നിങ്ങൾ ആ ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്ത് വയ്ക്കുക. പിന്നെ അടുത്ത ഓണത്തിന് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന് ഇവിടെ വിദ്യാഭ്യാസത്തിന് സഹായം വിതരണമാണ് എനിക്ക് തന്നിട്ടുള്ള എൻ്റെ ചുമതല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഗിവ്സ് യു വിങ്സ് ടു ഫ്ലൈ എന്ന് പറയും. വിദ്യാഭ്യാസമാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതിന് വലുതായിട്ടല്ല. നമ്മൾ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തെ പറ്റി അധികം പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മൾ ഓൾറെഡി അതെല്ലാവരും ബോധവാന്മാരാണ്. പക്ഷേ എന്നിരുന്നാലും അതിനുവേണ്ടി ഒരു സഹായ വിതരണം ചെയ്യാൻ വേണ്ടി എന്നെ ഇവിടെ വിളിച്ചതിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസം എന്ന് പറയുമ്പം എല്ലാ അറിവുകളും, ഓരോ ചെറിയ അറിവുകളും, ഇവിടെ ഇരിക്കുന്ന അമ്മമാർ അടുത്ത ഓണം ആകുമ്പോഴത്തേന് നിങ്ങൾ പുതിയതായിട്ട് എന്ത് പഠിക്കുന്നു? ഒരു കാര്യം പഠിക്കുക. നിങ്ങൾക്കൊക്കെ നല്ലപോലെ തയ്ക്കാൻ കഴിയുന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പാട്ട് പാടുന്നവർ ചിലപ്പോൾ ജീവിതത്തിൽ നന്നായിട്ട് വരും പാട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ്. അപ്പോൾ പകുതി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. ഒരു പുതിയ ഹോബി കണ്ടുപിടിക്കുക. ഗാർഡനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഒക്യുപ്പൈഡ് ആക്കി വെക്കുക. അപ്പം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, മൊത്തത്തിലുള്ള ആരോഗ്യം, നിങ്ങളുടെ ഓവറോൾ നിങ്ങൾ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും.
അപ്പം അടുത്ത ഓണം ആകുമ്പോഴത്തേന് പുതിയതായിട്ട് എന്ത് പഠിച്ചു? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി മാത്രം ഗെയിൻ ചെയ്യുന്നതല്ല, പുതിയതായിട്ട് എന്തെങ്കിലും ഒരാളില്. പിന്നെ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഈ സ്മാർട്ട് ഫോൺസ് ഒക്കെ നമ്മുടെ ഒന്നുമില്ലെങ്കിൽ ആ സ്മാർട്ട് ഫോൺ എത്ര പേര് പറയും, കൊച്ചുമക്കളുടെ അടുത്ത് പോയി പറയും ജിപേ ചെയ്യാമെന്ന്. ഇപ്പൊ എല്ലാം ജിപേ. ഇതിനകത്ത് എനിക്ക് പറയാം, ഇതിനകത്ത് ജിപേ ചെയ്യാൻ പോലും ശരിക്കും അറിയാൻ പറ്റുന്ന അമ്മമാരുണ്ട്. എൻ്റെ അമ്മയെ ഞാൻ കുറച്ച് കാലം മുന്നേ എല്ലാം ഇരുത്തി പഠിപ്പിച്ചു. ഫേസ്ബുക്ക്, അതുപോലെ സോഷ്യൽ മീഡിയ, ഇതൊക്കെ ന്യൂസുകളും ലോകവുമായിട്ട് ലോകം എന്ന് പറഞ്ഞാൽ ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ വേൾഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബോറടിക്കാതെ നമ്മുടെ കാര്യം നോക്കിയിരിക്കാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വയ്യാതെ അറിയാൻ വയ്യാത്ത പോലെ അമ്മമാർ ഇതിനകത്ത് കാണും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു സ്മാർട്ട് ഫോൺ മര്യാദ കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനെങ്കിലും പഠിക്കും. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അറിവ് എന്തെങ്കിലും അത് വളരെ ഇനിയിപ്പോൾ അതാണ് ലോകം. ടെക്നോളജി മാറി. നിങ്ങൾ അപ്ഡേറ്റ് ആവാതെ ഇന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇരിക്കണ്ടേ നമ്മൾ ആരോഗ്യമായിട്ട് കുറേ വർഷങ്ങളോട് ഇരിക്കും. അപ്പം മക്കളെ ഒന്നും ശല്യം ചെയ്യാതെ നിങ്ങളുടേതായ ഒരു ലോകം ഉണ്ടാക്കുക, അവിടെ സന്തോഷമായിട്ടിരിക്കുക. അടുത്ത ഒരു വർഷം, അടുത്ത ഓണം വരുമ്പോഴത്തേന് എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമായിട്ടുള്ളത് പഠിക്കുക. സിമ്പിളായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം അടുത്ത ഓണം ആകുമ്പോഴത്തേനാ ഓക്കെ ഞാൻ ഇത് പഠിച്ചു, ഇതിപ്പോൾ എനിക്ക് വേണ്ടിയ ഒരു കാര്യമാണ്, ഞാൻ ഇത് ചെയ്യുന്നു. ആ ഒരു കോൺഫിഡൻസിൽ അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുക. എല്ലാവർക്കും ഓണമാണ് വരുന്നത്. ഓണ ആശംസകൾ നേരത്തെ അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാം കാണാൻ സാധിച്ചത് നന്ദി. രമ, ശശികല, ബീന നെടുങ്കണ്ട, ശശികല, വളരെ സന്തോഷം. ഒരുപാട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റിയ വേദിയിൽ ഇപ്പോൾ പല അമ്മമാരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ ഈ സാമാന്യ രോഗികളൊന്ന് പോയെങ്കിൽ വീട്ടിൽ പോകാമായിരുന്നു എന്നാണ് പല അമ്മമാരുടെയും മുഖം കൊണ്ട് വായിക്കാൻ പറ്റുന്നത്. വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ എല്ലാ എന്താ പറയുക അശോകൻ സാറിൻ്റെ അമ്മൂസ് അശോകം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇന്നത്തെ ഈ 2025 ഓണം എല്ലാവർക്കും അടിപൊളിയാവട്ടെ എന്ന് സർവീസിന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഓണമാകുമ്പോൾ ഇഷ്ടംപോലെ പാമ്പുകളുണ്ടാവും. ആ പാമ്പുകളെന്നെ പിടിക്കാൻ എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല, ഞാൻ സ്ഥലത്തില്ല. നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ ഓണമാകുമ്പോൾ പാമ്പുകളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ന് ധനം ഉണ്ടാവുന്നത് നമ്മുടെ കടലിൽ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നുവരെ കണ്ടുപിടിക്കാനുള്ള ഭാഗ്യം സർവീസ് എനിക്ക് തന്നിട്ടില്ല. ഇല്ലാത്തതുകൊണ്ടല്ല, കുടിക്കാത്തതുകൊണ്ടാണ്. കാരണം നിങ്ങളുടെ സേവനം ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ അച്ഛന് ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുന്നേ തൊണ്ടയിൽ ക്യാൻസറായിട്ട് ഹോസ്പിറ്റലൈസ് ആയിരുന്നു. സാറ് പറഞ്ഞതുപോലെ അച്ഛനെ നോക്കാൻ ഞങ്ങൾ 4 മക്കളായിരുന്നു. 4 പേർക്ക് സമയമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ സമയം. ബാക്കി 3 നല്ല തിരക്കുള്ളവരാണ്, വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് നല്ല തിരക്കുള്ളവരാണ്. ഞാൻ പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ സേവനം കൊണ്ട് ആ ഒരു 4 മാസം ഡോക്ടർമാർ 2 ആഴ്ച പറഞ്ഞു, ഞാൻ 6 മാസം ഏകദേശം 6 മാസം തട്ടിമുട്ടി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അച്ഛൻ വിയോഗപ്പെട്ടു. എനിക്ക് ഓണമില്ല, ഞാനിപ്പോൾ 2 മാസമായിട്ടുള്ള അച്ഛൻ വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അനിയത്തിക്ക് അച്ഛൻ്റെ സീരിയസ് സമയമായപ്പോൾ എൻ്റെ അനിയത്തിക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖവും കിഡ്നി സംബന്ധമായ അസുഖവും അതുപോലെ എന്താ പറയുക യൂട്രസ് സംബന്ധമായ അസുഖവും പിന്നെ വെരിക്കോസും പിന്നെ ഷുഗർ കൂടുതലും അങ്ങനെ ഒരു നിത്യരോഗിയായിരിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെയും നിങ്ങളുടെ സേവനം എനിക്ക് ആവശ്യമെന്ന് വെച്ചാൽ 3 മാസം ഹോസ്പിറ്റലിൽ നിത്യേന 3 മാസം അമ്മ മാത്രമല്ല. അമ്മയ്ക്ക് സാറ് പറഞ്ഞു അമ്മയ്ക്ക് 70 വയസ്സ് പ്രായം, അമ്മയ്ക്ക് ഓർമ്മയൊക്കെ വന്നിരിക്കുന്നത്, അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അനിയത്തി നോക്കാൻ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സേവനമാണ് എനിക്ക് ഉപകാരപ്പെട്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാണ്, നിങ്ങളെല്ലാവരും നിങ്ങളെ പെണ്ണുങ്ങളെ മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ മീശയുള്ള ആണുങ്ങൾ 3-4 പേര് പുറകിലുണ്ട്, അതും നിങ്ങളെ കൂടെ ഉള്ളതാണത്. ആരും ഇവിടെ പറഞ്ഞില്ല, അത് മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ നിങ്ങളോടൊപ്പം ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾക്ക് ആണുങ്ങളാണ് എൻ്റെ അച്ഛനെ നോക്കിയത്, പെണ്ണുങ്ങളല്ല. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങളെപ്പോലുള്ളവരുടെ സേവനം നാടിന് ആവശ്യമാണ്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായതിൽ ഒരുപാട് നിങ്ങൾ 150 പേര് വരെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ ആദ്യം എണ്ണി നോക്കിയപ്പോൾ 66 അമ്മമാരെ ഉണ്ടായിരുന്നു. അത് കൊച്ചിവിടെ ജോലിക്ക് നിൽക്കുന്നവരൊക്കെ വേറെയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നേരത്തെ 86 പേരുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ലാസ്റ്റ് റൗണ്ട് എണ്ണിയിട്ടില്ല. അതുപോലെ ഇടയ്ക്ക് ഇവിടെ നിങ്ങളുടെ സേവനം ഇല്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് എല്ലാവരും എണ്ണാത്തത്. അപ്പോൾ പല അമ്മമാരും വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്നു. അതൊക്കെ മാറണം. എല്ലാവരും സുഖമായിരിക്കട്ടെ. അതുപോലെ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അശോകൻ സാറിനും അതുപോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഡോക്ടർ ജിക്കും അതുപോലെ ജഡ്ജി സാറിനും അതുപോലെ നമ്മുടെ 28-ാമത്തെ വർഷമാണ് ഞങ്ങളുടെ പരിചയം അവർ പുതുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇന്നും ഈ അടുത്ത കാലത്ത് സാധാരണ യുഎസിലിരിക്കുന്ന സമയത്ത് അതേ മൊബൈലിൽ തന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുജി അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സ്നേഹക്കൂട് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നിഷ അവറുകൾ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങൾ ചോദിച്ചാണ് നിങ്ങളെ കയ്യടി വാങ്ങിയത്. നിങ്ങൾക്ക് മുട്ടായി വാങ്ങി തന്നിട്ട് നിങ്ങളുടെ കയ്യടി വാങ്ങിയ ആൾക്കാർ ഇവിടെ പലരും ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ പറയാതെ നിങ്ങൾ നന്നായിട്ട് കയ്യടി കൊടുത്തു. അതിന്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിയില്ല. വളരെ വളരെ സന്തോഷം. എല്ലാവിധ ഭാവവും ഒരുപാട് പറയാനുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അമ്മമാരോട് എനിക്ക് പറയാം, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ഒരു പേഷ്യന്റിനെ നോക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എപ്പോഴും കൂളായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദൃഢത ഉണ്ടായി കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ നല്ല രീതിയിൽ നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം വിഷമം കൊണ്ട് പറയുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛനെ നോക്കാൻ നിന്ന ഒരാൾ തൃശ്ശൂരിൽ സംഘടനയിൽ നിന്ന് വിളിച്ച ആളല്ല. എൻ്റെ അച്ഛനെ നോക്കാൻ നിന്ന തൃശ്ശൂരിൽ നിന്നാണ് വിളിച്ചുകൂടി അവസാനം അച്ഛനെ ചവിട്ടി അതിനെ വലിച്ചഴിച്ചു. അവസാനം അച്ഛൻ ആ ചവിട്ട് കൊടുക്കണം അച്ഛൻ മരിച്ചതെന്ന് അടുത്ത റൂമിലുള്ള ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കില്ല. ദൈവം അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം പോയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും നിങ്ങളുടെ മനസ്സ് നല്ല കൂളായിരിക്കണം. നല്ല കൂളായിരുന്നാൽ മാത്രമേ എന്താ പറയുക അറിയാലോ യൂറിനും മോഷനുമായിട്ട് കിടക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് പോലും അച്ഛനെ നോക്കാത്ത കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ നല്ല മനസ്സോടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ശമ്പളമില്ലാതെ ആർക്കൊന്നും ചേർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവർക്കോട്ട് ജീവിക്കുമ്പോൾ എന്നെ പോലെ ആയിരിക്കും. ഇന്നലെ രാത്രി 9:30 വെള്ളക്കാടെന്ന് നമുക്ക് കിണറ്റിലൊരു പാമ്പിനെ കണ്ട് വിളിച്ചിട്ട് ഞാൻ 4 മണി വരെ ഉറങ്ങിയിട്ടില്ല. കാരണം ഈ പ്രോഗ്രാമിന് അശോകന്റെ പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിപ്പോയപ്പോൾ 4 മണിക്കാണ് ഞാൻ അപ്പം അറിയാം. 6 മണിക്ക് 5:30 വീട്ടിൽ എത്തി. ഞാൻ ഉറങ്ങിയില്ല. പിന്നെ കുളിച്ച് വെള്ളം കരുത്ത് പതുക്കെ ഇരുന്നു. നേരെ പറഞ്ഞ് 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. 8 മണിക്ക് പതുക്കെ ഇവിടെ വന്നു. എന്തായാലും നിങ്ങളുടെ അപ്പം നിങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ സാറ് പറഞ്ഞ നല്ല മില്യനൊക്കെ അടിക്കണം. മില്യനൊന്നും ഞാൻ കണ്ടിട്ടില്ല. മില്യനെയും കണ്ടിട്ടില്ല. 1000 ഒരുമിച്ച് കണ്ട ദിവസം കുറേ ആയി. പിന്നെ ഇന്നലെ തന്നെ ഈ 2 മണിയിലെ പോയിട്ട് അവർ എങ്ങനെ വന്നെന്ന് പോലും എന്നോട് ചോദിച്ചില്ല. ഓട്ടോയ്ക്ക് വന്നോ കാറിൽ വന്നോന്നും എന്നെ ചോദിച്ചില്ല. ഇപ്പൊ ആൾക്കാർ ഹോട്ടലിൽ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എല്ലാം കഴിയാൻ പറയാൻ സുരേഷ് ഞാൻ GP ചെയ്തൊക്കെ പറയാൻ പറ്റും. GPക്കൊന്നും പിന്നെ വരാറില്ല. അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കണം. പിന്നെ പല സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ പറയും സുരേഷ് പേടിക്കേണ്ട GP നമ്പർ ഉണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു ശരി GP നമ്പർ ഉണ്ട് ഞാൻ തരാം. എന്തെങ്കിലും പൈസ വരുന്നത് എനിക്ക് അറിയാം എന്ന് പറഞ്ഞാണ് ഞാൻ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ സാറിന് കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പറയുമ്പോൾ വോയിസ് കുറച്ച് കുറവുണ്ട്. കുറച്ച് സംസാരിക്കാൻ പറയണം. ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ അതിനും കൂടി നമുക്കൊരു ഹെൽത്ത് ഡ്രിങ്ക് സാറിന് വാങ്ങിക്കൊടുക്കണം. അതുപോലെ നല്ല എല്ലാവരും തമാശ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകണം. സാറിനെ അടിച്ചു കൊടുക്കും. ഇത്രയും നല്ല താടിയൊക്കെ വളർത്തി നിങ്ങൾ വിചാരിക്കും ഈ താടിയൊക്കെ നരച്ചിരിക്കുന്നത് നരച്ചിരിക്കുന്ന നരപ്പിച്ചിരിക്കുന്നത് ഇത്ര പ്രായമൊന്നുമില്ല. ഒന്നുമില്ല. വെള്ളം അടിച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കും നമുക്ക് പ്രായമൊന്നുമില്ല അദ്ദേഹത്തിന്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ. മനുഷ്യനെ മാത്രം സ്നേഹിക്കുക. ഒരു കാരണവശാലും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് മനുഷ്യനെയല്ല. വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരേ ഒരു ജീവിയെ ഭൂമിയിലുള്ളൂ. അത് പാമ്പുകൾ മാത്രമാണെന്ന് അമിതമായിട്ട് വിശ്വസിക്കുന്നതാണ്. അത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങളൊക്കെ നോക്കുന്ന പേഷ്യൻസ് അത് RCC ബന്ധപ്പെട്ട ആൾക്കാർ നിങ്ങൾ ചികിത്സിക്കാൻ പോയിട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ RCC എന്ന് പറയുന്ന അസുഖം ബാധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ റീജിയണൽ ക്യാൻസർ എന്ന് പറയുന്ന ആ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് തന്നെ പാമ്പ് എന്ന് പറയുന്ന സാധുവായ ജീവികൾ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. ക്യാൻസറിന്റെ വേദന സംഹാരി എന്നറിയപ്പെടുന്ന മരുന്ന് പാമ്പിന്റെ വനത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിനകത്ത് രക്തം കട്ടപ്പെട്ട് അടിയിപ്പിക്കുന്ന പാമ്പിന്റെ വനത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വാഹനം അവിടെ നമ്മുടെ തലച്ചോറിനകത്ത് രക്തം കട്ടപ്പെട്ട് അടിപ്പിക്കുന്ന മരുന്ന് പാമ്പിന്റെ വനത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാമ്പ് കടിയേറ്റ് കൊടുക്കുന്ന മരുന്നായ ആന്റിവെനം എന്ന മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാമ്പിന്റെ വനം എന്ന് പറയുന്ന ഔഷധങ്ങൾ. പിന്നെ മാഡം ഉപയോഗിച്ചിരിക്കുന്ന മുഖത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വില കൂടിയ സൗന്ദര്യവർദ്ധന സാധനത്തിലും പാമ്പിന്റെ ഒരു പ്രോട്ടീൻ ചേരുന്നു. ആ മാഡം മാത്രമല്ല എല്ലാവരും ചാണകമാരി പൂശിയിട്ടുണ്ട്. ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞ് വരട്ടെ പറഞ്ഞാൽ ഇല്ലാതിരുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് കാണുകയില്ല. ഏറ്റവും വില കൂടിയ സൗന്ദര്യവർദ്ധന സാധനങ്ങളെല്ലാം പാമ്പിന്റെ വനത്തിൽ ഒരു പ്രോട്ടീൻ ചേരുന്നുണ്ടെന്നാണ് മറന്നു പോകാതിരിക്കുക. നിങ്ങളൊക്കെ രോഗികളെ നോക്കാൻ
വീട്ടിന്റെ പറമ്പിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് ഒരു കാരണത്തിൽ ആരെയും വിളിക്കുകയും ചെയ്യരുത്. പാമ്പ് ഭൂമിയിൽ ഇല്ലാതെ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അടുത്ത തലമുറ നല്ല തലമുറയില്ല. ഇന്ന് അമ്മയെ തല്ലിക്കൊല്ലുന്ന മക്കളുള്ള, അച്ഛനെ തല്ലിക്കൊല്ലുന്ന മക്കൾ, എന്നാൽ ആ മക്കളെ കാലിൽ തൂക്കി കല്ലിലടിച്ചുകൊണ്ടിരുന്ന അമ്മ കണ്ണൂരുണ്ടായതോട് കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യന് യാതൊരു ബാധ്യതയില്ല. കാരണം പോണ വഴിക്ക് ടൂ വീലറിൽ പോകുമ്പോൾ ഈ കാലിന്റെ രണ്ടിന്റെ ഇങ്ങനെ അടുത്ത് ഒരു കവറും വെച്ചിട്ട് പോയിട്ട് നോക്കിയിട്ട് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അതിനകത്ത് ആ പറഞ്ഞുകൊണ്ട് ഈ കവർ എടുത്ത് മറ്റവന്റെ വീട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുള്ള കേരളമാണ് നമ്മുടെ നാട്. മറന്നു പോകാതിരിക്കട്ടെ. അങ്ങനെ ഒരുപാട് എനിക്ക് ഈ വെളുത്ത കളർ ദൈവം തന്നത് അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ആരെങ്കിലും വെളുത്തു വരണ്ടോ? നിങ്ങൾ ആരെങ്കിലും വെളുത്തു വരണ്ടോ? ഇവിടെ ഒരാളെങ്കിലും വെളുത്തതായി നേരിലോട്ട് വന്ന് നിൽക്കും. നോക്കട്ടെ നേരിട്ട് ആരെങ്കിലും വെളുത്തു വരണ്ടോ? ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നേരിലോട്ട് വരും. ഞാൻ വെല്ലുവിളിക്കും. ഒരാളെങ്കിലും വെളുത്തു വരണമെന്നാൽ ഈ നേരിലോട്ട് വന്ന് നിൽക്കും. നേരിട്ട് വെളുത്താട്ട് കാട്ടിയാൽ നിങ്ങൾ വെളുത്താട്ട് സമ്മതിക്കുന്നു. അപ്പൊ എനിക്ക് ഈ ദൈവം അനുഗ്രഹമായിട്ട് ഈ കളതൊന്ന് ഉപകാരമായിട്ട് കാണുന്നു. എന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ശ്രീകാര്യത്തിൽ ചെറുവയ്ക്കണം. അവിടെ വീടുകളൊന്നുമില്ല. 205 ഏക്കർ CTCRI എന്ന് പറയുമ്പോഴത്തേക്ക് ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് എനിക്കറിയില്ല. ലോകത്തിൽ ആദ്യമായിട്ട് ഹാർട്ട് ഓപ്പൺ സർജറിക്ക് നൂല് കപ്പയിൽ നിന്ന് കണ്ടുപിടിച്ച, മരിച്ചിനിയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരേ ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ CTCRI ആണെന്ന് മറന്നു പോകാതിരിക്കുക. ആ CTCRIക്ക് അടുത്ത് ഏകദേശം 65 ഏക്കർ ഡയവള കോളേജിലുണ്ട്. അതിന്റെ അടുത്തുള്ള ഒരു കൊച്ചു വീട്ടാണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഇഷ്ടംപോലെ പാമ്പിനെയൊക്കെ കണ്ടു വളർന്നൊരു ഭാഗ്യമുണ്ടായി. എനിക്ക് പിടികൂടാൻ പറ്റാത്ത ഒരേ ഒരു പാമ്പേ ലോകത്തുണ്ടായിരുന്നുള്ളൂ. അതെന്റെ അച്ഛൻ മാത്രമായിരുന്നു. പിടിക്കാനും പറ്റുകയില്ല. അപ്പൊ എന്തായാലും ഓർക്കണം, പാമ്പിനെ കണ്ട് ഭയപ്പെടേണ്ടതില്ല. നിങ്ങളോടൊപ്പം സഹകരിക്കുന്ന, നിങ്ങളോടൊപ്പം കൂട്ടുകൂടുന്ന, നിങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന സുഹൃത്തുക്കൾ ആരാണോ അവരെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. അവരായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ശത്രു. നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴിയിലേക്ക് തള്ളിയിരുന്ന ഒരേ ഒരാള് നിങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത, അങ്ങോട്ട് പോകലടി, ഇങ്ങോട്ട് പോകലടി, ഇവിടെ ഇരിക്കലടി, അവിടെ ഇരിക്കലടി എന്ന് പറഞ്ഞ ആളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശത്രു. പിന്നെ വെളുക്ക നിങ്ങളെ കാണുമ്പോൾ ഹാന്ന് ചിരിക്കുന്ന ആളിനെ നിങ്ങൾ ഒഴിച്ചു വയ്ക്കുക. അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ ആപ്പ് കിട്ടുന്നതെന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഭാവങ്ങളും നൽകുന്നത്. നമ്മൾ ഈ 2025 8-ാം മാസം 25-ാം തീയതി നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ മറക്കാതിരിക്കട്ടെയോ, ഈ ദിനം മറക്കാതിരിക്കട്ടെ. ഇതുപോലൊരു നല്ല ദിനം നിങ്ങൾക്ക് ഇത്രയും മഹത് വ്യക്തി എന്നെ കൊണ്ടുള്ള, ഞാനൊരു സാധാരണ കളയക്കാരനാണ്. ഞാൻ പറമ്പ് വൃത്തിയാക്കാൻ, എന്നെ ആൾക്കാർ വിളിക്കുന്നതൊക്കെ പറമ്പ് വൃത്തിയാക്കാനും എന്താണ് അമ്മോട്ടത് ക്ലോസറ്റിനകത്ത് മാമ്പറങ്ങി പോയെന്ന് പറഞ്ഞിട്ട് ക്ലോസറ്റ് മൊത്തം വെട്ടിപ്പൊട്ടിച്ച് മൊത്തം വൃത്തിയാക്കി കൊടുത്തു. കഴുകിയൊക്കെ സോപ്പിട്ട് കഴുകിയൊക്കെ കൊടുത്തു. പാമ്പിനൊന്നും കിട്ടിയില്ല. പിന്നെ കഴിഞ്ഞ വർഷം തന്നെ കോട്ടയിലെ നമ്മളെ ഈ ഇവിടുന്ന് കാട്ടാക്കടയിൽ വിളിച്ചു. അപ്പൊ കാട്ടാക്കടയിൽ ചേട്ടൻ രാവിലെ കല്ലൊരു ജോലിക്ക് പോയിട്ട് 9 കഴിയുമ്പോൾ തിരിച്ചു വന്നു. മഴയായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ച് ചെറിയ വെയിൽ കണ്ടു. ചേട്ടന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ മദിനിയുടെ കല്യാണം അടുത്ത മാസം വെറപത്രയിൽ നനഞ്ഞിരിക്കുന്നു. ഒരു വലിയ മരം മുറിച്ച് മൊത്തം കീറി അടുക്കി വെച്ചിരുന്നു. അപ്പൊ ചേട്ടൻ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് എന്തായാലും ഭാര്യ വെയിലത്തിടാൻ പറ്റില്ല. ഉടനെ ചേട്ടൻ പറഞ്ഞു, ചേട്ടി നീ ആ മൊബൈൽ ഇങ്ങനെ എടുത്തോണ്ടാവുന്നു. ചേച്ചി മൊബൈൽ എടുത്തുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, ചേച്ചി ചോദിച്ചു എന്തിനാ ചേട്ടാ മൊബൈല്? ഒരു പരിപാടിയുണ്ട്, നമുക്ക് വേറെ ഒന്നും വേണ്ട, നീ ചിരിക്കുകയും വേണ്ടിയൊന്നും ചെയ്തത്, നമുക്ക് വാവാ സുരേഷിനെ വിളിക്കാം. വാവാസിനെ വിളിച്ചിട്ട് വിറവിന്റെ ബാഗ് വരെ പുള്ളി ഇത് മൊത്തം വാരിയിട്ട് ഉണക്കിയിട്ട് അടുക്കി വെച്ചിട്ട് പോകുന്നു. ഇതൊക്കെയാണ് എൻ്റെ ജോലി. വളരെ സന്തോഷം. എല്ലാവർക്കും നമ്മുടെ അറിയാം. അമ്മൂസ് അശോകൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നന്മയ്ക്ക് ഒരു കൈനീട്ടമൊന്നും അല്ല ഇത്. നിങ്ങൾക്കൊരു ജീവിതത്തിലേക്ക് മറക്കാത്തൊരു സ്ഥാപനമായി മാറട്ടെ നമ്മുടെ ഈ അമ്മൂസ് അശോകൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. എന്തായാലും തിരുവോണം പൂപ്പുലരി 2025 28-ാം തീയതി 8-ാം മാസം ഈ പരിപാടി ഈ ഒരു വർഷം 2000 നിങ്ങൾ മറക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് എന്നും നല്ല ഓർമ്മയായി മാറട്ടെ എന്ന് സർവേശ്വരന്മാർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 150 ആൾക്കാർ വരേണ്ടത് 200 വരേണ്ടത് 200 പേരാണ് വരേണ്ടത്. അപ്പൊ 200 പേരില്ല, ഏകദേശം 120 പേരുണ്ട്. എൻ്റെ എല്ലാവർക്കും നല്ല മേളിൽ നല്ല ശാന്തവർ നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. വടയും എന്താ പറയാ ഉഴുന്ന വടയും രസവടയും അല്ല ഉഴുന്ന വടയും ചായ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എടുത്ത് കുടിച്ചിട്ട് പോയിക്കോളൂ. വേറൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കടയിൽ പോയി ഇഷ്ടമുള്ള സാധനം വാങ്ങി കഴിച്ചോളൂ. ഒരു കുഴപ്പമില്ല, വയർ നിർത്തി കഴിച്ചോളൂ. എല്ലാവർക്കും എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് 2025 ഈ വർഷത്തെ ഓണം അടിപൊളിയാവട്ടെ. എനിക്കെന്തായാലും ഓണം അച്ഛൻ പറ്റും, എനിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ അടിപൊളിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും മഹത് വ്യക്തികളുടെ മുന്നിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞ എല്ലാവിധ എന്താ പറയുക എല്ലാവിധ നന്മയുണ്ടാകുന്ന പ്രാർത്ഥന. അശോക് സാറിന്റെ ഞങ്ങൾ നേരിട്ട് കണ്ടില്ല, ഫോണിൽ കൂടെ മാത്രം ബന്ധമേ എനിക്കുള്ളൂ. എവിടെ ഇരുന്നും തന്നെ നമ്മൾ സുരേഷ് ഇങ്ങനെ പരിപാടിയിൽ വരണമെന്ന് പിന്നെ എനിക്കൊരു വീഡിയോ ഇട്ട് വരുന്നത് ഞാൻ അത് എൻ്റെ ഒരു ഫോട്ടോ വേണം. ഞാൻ ഫോട്ടോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെളുപ്പിച്ചൊക്കെ ഇട്ടുണ്ട്. പുള്ളി ഇപ്പൊ കണ്ടപ്പോഴാണ് ഇതായിരുന്ന ബാബാസുരേഷാണ് പുള്ളി അന്നോട്ട് നോക്കുന്നത്. ആ ഫോട്ടോയിൽ കണ്ട വെളുപ്പൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അച്ഛൻ്റെ
കൂട്ടായ്മയുടെ കളറാണ് കിട്ടിയിരിക്കുന്നത്. അയലോകക്കാരെ കളറൊന്നും കിട്ടിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവരും സന്തോഷം, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ഓണം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാവരും തന്നെ ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എന്നും ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ വരികളേ ഉള്ളൂ, ലോക സമസ്ത സുഖിനവും ഭവന്തി. കാരണം ഞാൻ സുനാമി നേരിടേണ്ട ആളാണ്. ഞാൻ 14 ജില്ലയിൽ കൊറോണ സമയത്ത് എൻ്റെ സ്വന്തം കാശ് ആരും ഒരു പൈസയും പിടിക്കാതെ കൊറോണ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ യൂട്യൂബിൽ എനിക്ക് മാസം 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പിടിച്ചു വെച്ച് കൊറോണ തുടങ്ങിയപ്പോൾ 14 ജില്ലയിൽ ഞാൻ കിറ്റുകളുമായിട്ട് നടന്നു. ഒരാളിനെയും ഒരു പോലീസ് എന്നെ തടഞ്ഞില്ല. അവസാനം എനിക്ക് അവസാന നിമിഷത്തിൽ കൊറോണ കിട്ടി. അതൊരു ഉമ്മയിൽ കൂടിയാണ് കൊറോണ കിട്ടിയത്. ചേച്ചിമാരുടെ ഉമ്മയല്ല, ചേച്ചിമാരുടെ ഉമ്മയല്ല. ആയൂര് പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ വേറൊരു പാമ്പ് ചേട്ടൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. 3ന്റെ അന്ന് ഞാൻ ചുമച്ചു, 4ന്റെ അന്ന് വെന്റിലേറ്ററിലായി. 1 മാസം കിടന്നു. ആ 1 മാസം കിടന്നപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്റെ മുന്നിൽ 48 മണിക്കൂർ കൊണ്ട് പൊലിഞ്ഞ ജീവൻ എന്ന് പറയുന്നത് 236 മരണങ്ങളാണ്. 236. ഇനി 48 മണിക്കൂർ 2 ദിവസം ഞാൻ ഇങ്ങനെ കാണികൾ എന്റെ മുന്നിൽ ഹോളിൽ കിടക്കുന്ന ആൾക്കാർ ഇങ്ങനെ എന്നെ നോക്കുന്നു. മരണത്തിലേക്ക് പോയത് 236 പേര് 48 മണിക്കൂർ കൊണ്ടാണ് ഞാൻ കണ്ടത് കൊറോണ ഒന്ന് മരണപ്പെട്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് ഒന്നുമില്ല, റോഡിൽ കിടന്ന് മരണപ്പെടണം, അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിലേക്ക് കിടന്ന് മരണപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അത് ചിറയങ്കിഴക്ക് ശാർക്കര എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൽത്തറയായിരിക്കും എൻ്റെ അവസാനം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകും. ഞാൻ ഒരിക്കലും എന്താ പറയുക സ്വത്ത് മോഹിക്കുന്നില്ല. ഞാൻ 3,80,00,000 രൂപ ചാരിറ്റി ചെയ്തു. 80 ലക്ഷം രൂപ മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് പിരിച്ചെടുത്തത്. ബാക്കി എല്ലാ റിയൽ എസ്റ്റേറ്റ് വഴി ഉണ്ടാക്കിയത് എനിക്ക് അവാർഡ് വഴി കിട്ടി 80 ലക്ഷം എല്ലാം ഞാൻ ചാരിറ്റിക്ക് വേണ്ടി RCTക്ക് മറ്റൊക്കെ വേണ്ടി വിനിയോഗിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനൊരു ആവശ്യം വന്നപ്പോൾ പലരെയും മുന്നിൽ കൈ നീട്ടേണ്ടി വന്നെന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നൽകുകൊണ്ട് എല്ലാവിധ നന്മ ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം, അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ കേട്ടോണ്ടിരിക്കുന്നവർ ഇതുപോലെ എല്ലാം വന്ന് ചിരിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കനിഞ്ഞ് കിട്ടിയ ഒരാളാണ് നമ്മുടെ സുരേഷേട്ടൻ. നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ സുരേഷേട്ടൻ 11 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണാനൊരു ഭാഗ്യമുണ്ടാകുന്നത്. മരണം ഏറ്റവും അടുത്തെത്തിയിട്ട് എത്രയോ പ്രാവശ്യം അല്ലേ, മരണം ഒരുപാട് അടുത്തെത്തിയിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് ചേട്ടൻ ഇന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞങ്ങളൊക്കെ തന്നെ വിസ്മരിച്ചു പോകാം, അടുത്തയും അത് കഴിഞ്ഞുള്ള തലമുറയും ഒക്കെ. പക്ഷെ 10 തലമുറ വന്നാലും ഓർത്തിരിക്കുന്ന ഒരു പേരും മുഖവുമാണ് സുരേഷ് ചേട്ടനെന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അത്രയധികം സ്നേഹവും സന്തോഷവും ചേട്ടാ. ഞാനിവിടെ വരാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മഹാഗുരുവിൻ്റെ സമാധി മണ്ഡപത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ സ്ഥലമാണിത്. ഗുരുവാണ് എന്നെ നടത്തുന്നത്, എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്നത്. അതുകൊണ്ട് തന്നെ വർക്കല, ശിവഗിരി ഇവിടെ നിന്നൊക്കെ വിളിച്ചാൽ എത്ര തിരക്കുകളുണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഓടിയെത്തും. അതുകൊണ്ട് അശോചൻ്റെ അടുത്ത് ഒത്തിരി നന്ദി പറയുന്നു, എനിക്കിവിടെ എത്താനും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനും സാധിക്കുന്നതിന്. അടുത്ത ഒരു കാരണം, ഇത്രയും അധികം അമ്മമാരെ ഒരുമിച്ച് കാണുക എന്നുള്ളതാണ്. എനിക്ക് അമ്മമാരൊരു വീക്ക്നെസ്സാണ്. സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ 143ഓളം അച്ഛനമ്മമാരാണ് എനിക്ക് കൂട്ടായിട്ടുള്ളത്. മക്കളൊക്കെ ഉപേക്ഷിച്ച് വീടുകളിൽ നിന്ന് പുറത്താക്കിയ അച്ഛനമ്മമാരാണ് സ്നേഹക്കൂട്ടിലുള്ളത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം 5 മക്കളുള്ള ഒരു അമ്മയെ മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഏറ്റെടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആർക്കും വേണ്ടാതെ നെഞ്ചു പൊട്ടി ആ അമ്മ പറമ്പിൽ പണിയെടുത്തും വയലിൽ ജോലി ചെയ്തുമൊക്കെ മക്കളെ വളർത്തി വലുതാക്കിയതാണ്. അപ്പോൾ എനിക്ക് മുഖം പോലും കാണണ്ടെന്ന് പറഞ്ഞ്
മക്കളെല്ലാം ഇറക്കി വിട്ടപ്പോൾ മൂത്ത മകൻ്റെ ദത്ത് നിൽക്കുന്ന വീട്ടിലായിരുന്നു അമ്മയുള്ളത്. അപ്പോൾ അവരും ഈ അമ്മയെ കൈയൊഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ കൂട്ടാനായിട്ട് അവിടെ എത്തിയപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് ആ അമ്മയെ ഏറ്റെടുക്കുന്നത്. അപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് അങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അവർക്ക് വേണമെങ്കിലും എനിക്കൊരമ്മയെ കൂടി കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ അമ്മയെ കൂടി സ്നേഹത്തിൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടി. അങ്ങനെ ഓരോ ദിവസവും കൈകളിൽ പിടിച്ചു വരുന്ന അമ്മമാർ വളരെ കൂടുതലാണ്. 18 വയസ്സിൽ ഒരു സ്റ്റിച്ചിങ് തൊഴിലാളിയിൽ നിന്നും തുടങ്ങി അവിടെ നിന്നൊരു ഫാഷൻ ഡിസൈനറിലേക്ക് മാറി ഓരോ വളർച്ചയിലും ഓരോ അച്ഛന്മാരും ഓരോ അമ്മമാരും 2 കൈകളിലായിട്ട് കൂടി ഇന്ന് വലിയൊരു തറവാടാണ് സ്നേഹത്തിൻ്റെ കൂട്ടിൽ. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇന്ന് കഷ്ടപ്പെട്ട് എന്തുണ്ടാക്കിയോ അതൊക്കെ നിങ്ങളുടെ കാലശേഷം മാത്രമേ മക്കൾക്ക് കൊടുക്കാവുള്ളൂ. കാരണം അനാഥാലയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അനാഥാലയങ്ങൾ കൂടാതിരിക്കട്ടെ, ഓൾഡ് ഏജ് ഹോമുകൾ കൂടാതിരിക്കട്ടെ. എത്ര സമ്പാദിച്ചാലും അതൊക്കെ കാലശേഷം തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലെങ്കിലും നോക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാകാം. സ്നേഹക്കൂട്ടിലെത്തിയ അച്ഛനമ്മമാർ മുഴുവൻ തന്നെ മക്കൾ സ്വത്തെല്ലാം എഴുതി മേടിച്ചിട്ട് ഒന്നുമില്ലാതെ പെൻഷനും കൂടെ കട്ടായ സാഹചര്യത്തിൽ സ്നേഹക്കൂട്ടിലെത്തിയ അച്ഛനമ്മമാരാണ്. എല്ലാ വേദിയിലും ഞാൻ അഭിമാനത്തോടു കൂടി പറയും, നിങ്ങൾക്ക് ഒരച്ഛനും അമ്മയും ഉള്ളപ്പോൾ 143ഓളം അച്ഛനമ്മമാരുടെ മകളാണ് ഞാനെന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു മകളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. എനിക്ക് ഞാൻ പറയാൻ കരുതി വെച്ചതൊക്കെ നമ്മുടെ ജിതേഷ് സാറ് പറഞ്ഞു കഴിഞ്ഞു. വളരെ രസകരമായിട്ട് നമ്മളെ ചിരിപ്പിച്ച് നമ്മുടെ സുരേഷ് ചേട്ടനും മാറി നിൽക്കുന്നു. അപ്പം ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ തീർച്ചയായിട്ടും നമുക്കറിയാം. ഞാനും ചേട്ടനെ കാണുന്നത് ഇപ്പോഴാണ്. ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇനിയും ഈ പ്രവർത്തനങ്ങൾ ഒരുപാട് കൂടട്ടെ. ഈ ഓണക്കോടികൾ അടുത്ത വർഷം 400 500 അമ്മമാർക്ക് കൊടുക്കാനായിട്ട് ഈ ട്രസ്റ്റിന്റെ വളർച്ച മുന്നോട്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സുമതി അകത്തുമുറി. ലീലാമണി. ശോഭ.